അടുത്ത ടോപ്പിക്കാണ് ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിൻറ്റ് ഫാമിലി. ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിൻറ്റ് ഫാമിലി. അതായത് ആരാണ് ഒരു സംയുക്ത കുടുംബം രൂപീകരിക്കുന്നത്? ആരാണ് ഒരു സംയുക്ത കുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. പ്രധാനമായും 3 രീതിയിലാണ് ഒരു ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുക. നോക്കൂ. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്, ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ 1 യൂണിറ്റ്, ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. 3 രീതിയിലാണ് ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുക. ആരാണ് ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിൻറ്റ് ഫാമിലി. 3 രീതിയിലാണ് ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുക. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്, ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ 1 യൂണിറ്റ്, ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കറിയാം ദ കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അംഗങ്ങൾ തമ്മിലുള്ള ബന്ധുത്വം. ദ കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്, അംഗങ്ങൾ തമ്മിലുള്ള ബന്ധുത്വവും. ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ 1 യൂണിറ്റ്, ഒരു യൂണിറ്റിലെ തലമുറകളുടെ എണ്ണവും. ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി, പൊതു സ്വത്തിൻ്റെ പങ്കിടൽ. അപ്പോൾ 3 രീതിയിലാണ് ജോയിൻറ്റ് ഫാമിലിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 3 രീതിയിലാണ് ജോയിൻറ്റ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നെങ്ങനെയാണ്? ഇവിടെ ചോദ്യം എന്താണ് നമുക്ക് മനസ്സിലായി. ആരാണ് ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുന്നത്? അതെങ്ങനെയൊക്കെയാണ് രൂപീകരിക്കുക? കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്, അംഗങ്ങൾ തമ്മിലുള്ള ബന്ധുത്വവും. ദ കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധുത്വവും. ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ 1 യൂണിറ്റ് പറഞ്ഞാൽ ഒരു യൂണിറ്റിലെ തലമുറകളുടെ എണ്ണവും. ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി, പൊതു സ്വത്തിൻ്റെ പങ്കിടലും. ഇങ്ങനെ 3 രീതിയിലാണ് ജോയിൻറ്റ് ഫാമിലി രൂപീകരിക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കൂ. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ്. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സിൽ എന്താണ് പറയുന്നത് നോക്കൂ. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല, പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടില്ല. മാക്സിമം പോയിന്റുകളിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോയിന്റ് എഴുതിയിട്ടുള്ളൂ, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗങ്ങൾ തമ്മിലുള്ള ബന്ധുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക. We can say that a joint family may consist of members related lineally or collaterally or both. ഒരു കൂട്ടുകുടുംബത്തിൽ രേഖീയമായോ അതേപോലെ തന്നെ ജാമീയമായോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന അംഗങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. We can say that a joint family may consist of member related lineally. lineally പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് രേഖീയമായിട്ടോ, പിന്നെ കൊളാറ്ററലി പറഞ്ഞാൽ എന്താണ്? ജാമീയമായിട്ടോ അല്ലെങ്കിൽ രണ്ടും ചേർന്നുകൊണ്ടുള്ള അംഗങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. There is more or less an unanimous agreement that a family is essentially defined as joint only if it includes 2 or more related marriage couples. അതേപോലെ തന്നെ 2 അതിലധികമോ ബന്ധമുള്ള വിവാഹിത ദമ്പതികൾ ഉൾപ്പെട്ടാൽ മാത്രമേ ഒരു കുടുംബം അടിസ്ഥാനപരമായിട്ട് എന്തായി നിർവചിക്കപ്പെടുള്ളൂ? ജോയിൻറ്റ് ഫാമിലിയായി നിർവചിക്കപ്പെടുകയുള്ളൂ. There is more or less an unanimous agreement that a family is essentially defined as joint only if it includes 2 or more related married couples. 2 അതിലധികമോ ബന്ധമുള്ള വിവാഹിത ദമ്പതികൾ ഉൾപ്പെട്ടാൽ മാത്രമേ ഒരു കുടുംബം അടിസ്ഥാനപരമായിട്ട് എന്തായി നിർവചിക്കപ്പെടുള്ളൂ? ജോയിൻറ്റ് ഫാമിലി എന്ന് നിർവചിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും മക്കളും ആണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളും വിവാഹിതരായി കഴിഞ്ഞ് അവരിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുടുംബം വലിയൊരു കുടുംബമായി മാറും. അപ്പോൾ മാത്രമാണ് അതെന്തായി നിർവചിക്കപ്പെടുകയുള്ളൂ? ഒരു ജോയിൻറ്റ് ഫാമിലിയായി നിർവചിക്കപ്പെടുകയുള്ളൂ. അതേപോലെ തന്നെ പ്രധാനമായും ഇവിടെ ആൾസോ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ദിസ് കപ്പിൾ മേ ബി റിലേറ്റഡ്. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്?
ഇങ്ങനെ ഒരു ജോയിന്റ് ഫാമിലിയായി നിർവചിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ലീനിയലി പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി ഇൻ ഫാദർ സൺ റിലേഷൻഷിപ്പ് ഓർ ഒക്കേഷണലി ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഒരു കുടുംബത്തെ ജോയിന്റ് ഫാമിലിയായി നിർവചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ ആയിരിക്കണം? 2 അതിലധികമോ ബന്ധമുള്ള വിവാഹിത ദമ്പതികൾ ഉൾപ്പെട്ടാൽ മാത്രമേ അതിനെ ജോയിന്റ് ഫാമിലി ആയിട്ട് നിർവചിക്കപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല, അതിന് പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീനിയലി ആയി പറഞ്ഞാൽ രേഖീയമായിട്ട്, അച്ഛൻ മകൻ അതേ ബന്ധത്തിലോ ഇടയ്ക്ക് അച്ഛൻ മകൾ ബന്ധത്തിലോ, അതാണ് ലീനിയലി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എന്താണ്? കൊളാറ്ററലി പറഞ്ഞാൽ യൂഷ്വലി ഇൻ എ ബ്രദർ റിലേഷൻഷിപ്പ്, ഒക്കേഷണലി ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്. സഹോദരൻ സഹോദരി ബന്ധത്തിലോ സഹോദരൻ സഹോദരി ബന്ധത്തിലോ നിർവചിക്കപ്പെടുന്നതാണ് ഏത് ബന്ധം? അതായത് കൊളാറ്ററലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലീനിയൽ ഇത്രയേ ഉള്ളൂ. കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രേഖീയമായിട്ടോ ജാമതീയമായിട്ടോ, അതായത് രേഖീയമായിട്ടോ ജാമതീയമായിട്ടോ ഉള്ള ബന്ധങ്ങളെയാണ് എന്ത് പറയുന്നത്? കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പർ എന്ന് പറയുന്നത്. മാത്രമല്ല, കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പർ ആയിരിക്കുമ്പോൾ അവിടെ 2 അതിലധികമോ ആളുകൾ വിവാഹം ചെയ്ത് അവരുടെ മക്കളുമായി കൂടിച്ചേർന്ന് താമസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പർ. അതിൽ ലീനിയലി ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെന്താ ഉണ്ടായിരിക്കുക? കൊളാറ്ററലി ഉണ്ടായിരിക്കും. ലീനിയലി ആയിരിക്കുമ്പോഴും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ലീനിയലി എന്നും, കൊളാറ്ററലി പറഞ്ഞാൽ സഹോദരനും സഹോദരനും തമ്മിലുള്ള ബന്ധത്തെ, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനെയാണ് കിൻ റിലേഷൻ ബിറ്റ്വീൻ ദ മെമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താ പോയിന്റ്സില്? Pauline Collande 1987 present the following types of joint family on the basis of the relatives who are its members. Pauline Collande 1987 താഴെ പറയുന്ന തരത്തിലുള്ള സംയുക്ത കുടുംബങ്ങളെ അതിലെ അംഗങ്ങളായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ പോളിൻ കൊളൻഡെ 1987 താഴെ പറയുന്ന രീതിയിൽ എന്തിനെ തരംതിരിക്കുന്നുണ്ട്? ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഫാമിലിയെ തരംതിരിക്കുന്നുണ്ട്. 1987 പോളിൻ കൊളൻഡെ താഴെ പറയുന്ന രീതിയിൽ ജോയിന്റ് ഫാമിലിയെ തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ജോയിന്റ് ഫാമിലിയുടെ പ്രത്യേകതയായിട്ട് പോളിൻ കൊളൻഡെ പറയണത്? കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി, ഒരു കൊളാറ്ററൽ സംയുക്ത കുടുംബം. എന്താണ് കൊളാറ്ററൽ സംയുക്ത കുടുംബം പറഞ്ഞാൽ? ഇതിൽ 2 അതിലധികമോ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുക? കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. അടുത്തത് സപ്ലിമെന്റൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. എന്താണ് സപ്ലിമെന്റൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി തന്നെയാണ്. അവിടെ കൊളാറ്ററൽ തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അവിവാഹിതരോ വിധവകളോ ആയ ബന്ധുക്കൾ ഉൾപ്പെടുമ്പോഴാണ് സപ്ലിമെന്റൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. വെറും കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് വിവാഹിത മക്കള് വിവാഹം ചെയ്തിട്ടുണ്ടാകുന്ന ഫാമിലിയെയാണ് കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുക. അതായത് ഇറ്റ് കംപ്രൈസ് 2 or more മാരീഡ് കപ്പിൾ ബിറ്റ്വീൻ ഹൂം ദർ ഈസ് സിബ്ലിംഗ് ബോണ്ട്. അതായത് 2 അതിലധികമോ വിവാഹിത ദമ്പതികൾ ഉൾപ്പെടുന്നവരായിരിക്കും കൊളാറ്ററൽ ജോയിന്റ് ഫാമിലിയിൽ ഉണ്ടാവുക. ഇനി സപ്ലിമെന്റൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എങ്ങനെയുള്ളവരുണ്ടായിരിക്കുന്ന പറയുന്നത്? വിവാഹമോചിതരായിട്ട് മക്കള് മോചിതരാവുകയോ വിധവകളാവുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് പറയുന്നത്? സപ്ലിമെന്റൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുക. ഇനി ലീനിയൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ലീനിയൽ ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ 2 couple between whom there is a lineal link like between a parent and his married son or some time between a parent if married daughter live together. ഒരു ലീനിയൽ
ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ മാതാപിതാക്കളും വിവാഹിതനായ മകനോ തമ്മിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കളും അവിവാഹിതനായ മകളും തമ്മിലോ ഉള്ള രേഖീയ ബന്ധമുള്ള രണ്ട് ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നു. മാതാപിതാക്കളും വിവാഹിതനായ മകനും തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കളും അവിവാഹിതരായ മകളും തമ്മിലോ അങ്ങനെ മക്കളെ കൂടെ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയൽ ജോയിന്റ് ഫാമിലി. ഇനി സപ്ലിമെന്റൽ ലീനിയൽ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം? അതായത് ശ്രദ്ധിക്കൂ, it is a lineal joint family together with unmarried, divorced or widowed relative who do not belong to either of the lineal linked nucleus family. For example, father's widower, brother, or the son, wife, unmarried brother or sister. അതായത് സപ്ലിമെന്റൽ ലീനിയർ ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ ഇതൊരു ലീനിയർ ജോയിന്റ് ഫാമിലി തന്നെയാണ്. അതായത് അവിവാഹിതർ, വിവാഹമോചിതർ അല്ലെങ്കിൽ വിധവകളായ ബന്ധുക്കൾ, രേഖീയ ബന്ധമുള്ളവർ ആണ് കുടുംബങ്ങളിൽ ഉൾപ്പെടാത്തവർ. ഉദാഹരണത്തിന് പിതാവിൻ്റെ ഭാര്യ സഹോദരൻ അല്ലെങ്കിൽ മകന്റെ ഭാര്യയുടെ അവിവാഹിത സഹോദരൻ തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുക. അതായത് സപ്ലിമെന്റൽ ലീനിയൽ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഏതിന് തുല്യം തന്നെയാണ്? ലീനിയൽ ജോയിന്റ് ഫാമിലിക്ക് തുല്യം തന്നെയാണ്. ഇവിടെ അച്ഛനും അമ്മയും മക്കളും, അതുകൂടാതെ പിന്നെ ആരൊക്കെ വരാം? പിതാവിൻ്റെ ഭാര്യ ഇല്ലാത്ത പിതാവിന് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, വിവാഹം കഴിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ പിന്നെ ഏതായിരിക്കാം? മകന്റെ ഭാര്യയുടെ അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആങ്ങള വിവാഹം കഴിക്കാതെ സഹോദരിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏതിൽ വരുന്ന പറയുന്നത്? സപ്ലിമെന്റൽ ലീനിയൽ ജോയിന്റ് ഫാമിലിയിൽ ഉൾപ്പെടുന്നതായിരിക്കാം. ഇനി ലീനിയൽ കളക്ടറൽ ജോയിന്റ് ഫാമിലി. ലീനിയൽ കളക്ടറൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അതെന്താണ്? എങ്ങനെയുള്ളവരാണ് ഉൾപ്പെടുന്നത്? ഇൻ ദിസ് ടൈപ്പ് 3 or more couple are linked lineally and collaterally. For instance, we can have family consist of parents, dear, own 2 or more married son together with unmarried children of the couple. അതായത് ഈ തരത്തിൽ 3 അതിലധികമോ ദമ്പതികൾ രേഖീയമായും കൊളാറ്ററലായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു കുടുംബത്തിൽ തന്നെ കുറച്ച് ആളുകൾ, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് മക്കളുണ്ടെങ്കിൽ അതിൽ 2-3 പേര് വിവാഹം കഴിച്ചവരായിരിക്കും, ബാക്കിയുള്ളവർ അൺമാരീഡ് ആയിരിക്കും. അത്തരത്തിലുള്ള കുടുംബങ്ങളെയാണ് എന്ത് പറയുന്നത്? ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. 2 or more son together, 2-3 മക്കള് വിവാഹം ചെയ്തിരിക്കും, ബാക്കിയുള്ള മക്കളും വിവാഹിതരല്ലാത്തവരും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അടുത്തത് സപ്ലിമെന്റൽ ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. സപ്ലിമെന്റൽ ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലിയുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് in this type are found a lineal collateral joint family plus unmarried, widowed, separate. അതായത് ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലിന്റെ കൂടെ, ലീനിയർ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി പറഞ്ഞ അച്ഛൻ, അമ്മ, മക്കൾ, അവരുടെ കൂടെ മാരീഡ് അല്ലാത്തവരും വിധവകളായിട്ടുള്ളവരും സെപ്പറേറ്റ് ഒരുപാട് കുടുംബാംഗങ്ങളും, അതേപോലെ തന്നെ അച്ഛൻ്റെ സഹോദരി, വിവാഹം കഴിയാത്ത സഹോദരിയും സഹോദരനും, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അടങ്ങുന്നത്. അതായത് സപ്ലിമെന്റൽ ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി എന്ന അച്ഛൻ, അമ്മ, മക്കൾ, പിന്നെ ആ അച്ഛൻ്റെ വിവാഹം കഴിയാത്ത സഹോദരി, സഹോദരൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അംഗങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് അതെന്താവുക? സപ്ലിമെന്റൽ ലീനിയൽ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പോയിന്റ് ഓർത്ത് വെക്കുക? കളക്റ്റീവ് ജോയിന്റ് ഫാമിലി, സപ്ലിമെന്റൽ കളക്റ്റീവ് ജോയിന്റ് ഫാമിലി, ലീനിയർ ജോയിന്റ് ഫാമിലി, സപ്ലിമെന്റൽ ലീനിയർ ജോയിന്റ് ഫാമിലി, ലീനിയർ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി, അതിന് സപ്ലിമെന്റൽ ലീനിയർ കൊളാറ്ററൽ ജോയിന്റ് ഫാമിലി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
കിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സിൽ വരുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് രണ്ടാമത്തെ പോയിന്റ് ആണ്, ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ വൺ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിലെ തലമുറകളുടെ എണ്ണം. ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ വൺ യൂണിറ്റ്. എന്താണ് ഒരു യൂണിറ്റിലെ നമ്പറുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ? എ ജോയിന്റ് ഫാമിലി ഈസ് ആൾസോ സീൻ ഇൻ ടേംസ് ഓഫ് ജനറേഷൻ present in it. Some researchers like I.P. Desai 1954 and T.N. Madan emphasize that the number of generation present in a family is important for identifying a joint family. A joint family commonly defined as three generational family. For instance, a man is married, son and his grandchildren constitute a joint family. അതായത് ഒരു കുടുംബത്തെ അതിന്റെ നിലവിലുള്ള തലമുറകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. എ ജോയിന്റ് ഫാമിലി ഈസ് ആൾസോ സീൻ ഇൻ ടേംസ് ജനറേഷൻ പ്രസന്റ് ഇൻ ഇറ്റ്. ഒരു കുടുംബത്തെ അതിന്റെ നിലവിലുള്ള തലമുറകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. അതേപോലെ തന്നെ I.P. ദേശായി 1964, T.N. മദൻ 1965 തുടങ്ങിയ ചില ഗവേഷകർ ഒരു കൂട്ടുകുടുംബത്തെ തിരിച്ചറിയുന്നതിന് ഒരു കുടുംബത്തിൽ നിലവിലുള്ള തലമുറകളുടെ എണ്ണം പ്രധാനമാണെന്ന് ഊന്നിപ്പറയുന്നു. ഒരു ജോർജ് അതേപോലെ തന്നെ അപ്പോൾ ദേശായിയും മദനും ഒക്കെ എന്താ പറയുന്നത്? ഒരു കൂട്ടുകുടുംബത്തെ തിരിച്ചറിയണമെങ്കിൽ ആ കുടുംബത്തിലെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം പ്രധാനമാണ് എന്നാണ് പറയുന്നത്. കൂടാതെ പിന്നെ കുടുംബത്തെ സാധാരണയായി മൂന്ന് തലമുറകളുള്ള ഒരു കുടുംബമായിട്ടാണ് നിർവചിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ജോർജ് എങ്ങനെയാണ് ഒരു കുടുംബത്തെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് കുടുംബത്തെ 3 തലമുറകളുള്ള കുടുംബമായി നിർവചിക്കുന്നു. ഒരു പുരുഷനും വിവാഹിതരായ മകനും പേരക്കുട്ടികളും ഒരു കൂട്ടുകുടുംബമാണ്. ഫോർ ഇൻസ്റ്റൻസ്, എ man is married, son and his grandchildren constitute a joint family. അപ്പോൾ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ദേശായിയും T.N. മദന്റെയും അഭിപ്രായത്തിൽ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് കൂട്ടുകുടുംബമാണോ എന്ന് കണക്കാക്കുക എന്നാണ് പറയുന്നത്. എ ജോയിന്റ് ഫാമിലി കോമൺലി ഡിഫൈൻഡ് ആസ് 3 generational family. അതേപോലെ തന്നെ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് 3 ജനറേഷൻ ഉൾക്കൊള്ളുന്നതായിരിക്കും. അച്ഛൻ, അമ്മ, പേരക്കുട്ടികളെ, അവരെ കുട്ടികൾ. അതുകൊണ്ട് 3 ജനറേഷൻ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു എ മാൻ ഈസ് മാരീഡ്, സൺ ആൻഡ് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി. അച്ഛനും അമ്മയും അവരുടെ മക്കളും പിന്നെ അവരുടെ മക്കളൊക്കെ അടങ്ങുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഒരു കൂട്ടുകുടുംബമായിട്ട് മാറുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് ജനറേഷൻ ഇൻ വൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു യൂണിറ്റിലെ തലമുറകളുടെ എണ്ണം. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതെന്താണ് എന്ന് കണക്കാക്കുന്നത്? ജോയിന്റ് ഫാമിലി ആണോ എന്ന് കണക്കാക്കുന്നത്. അടുത്ത പോയിന്റാണ്, മൂന്നാമത്തെ പോയിന്റാണ് ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അതായത് നമ്മളുടെ ജോയിന്റ് ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കോമൺ പ്രോപ്പർട്ടി, പൊതുസ്വത്ത് പങ്കിടൽ അല്ലേ? അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? പൊതുസ്വത്ത് പങ്കിടൽ എന്ന് പറയുമ്പോൾ റിസർച്ചേഴ്സ് ലൈക്ക് F.G. ബെയ്ലി, T.N. മദൻ have advocated the limitation of the term joint family to a group of relatives whom from a property owning group. The comparative family M.F. Gurr 1958. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ 2 പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഹു കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി എന്ന ഈ ടോപ്പിക്കിലെ. അടുത്ത 3rd പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. എന്താണ് ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. The sharing of common property, researchers like F.G. Bailey 1953, T.N. Madan 1951 have advocated the limitation of the term joint family to a group of relatives who from a property owning group. The comparative family M.F. Gurr 1958, for instance, defines a joint family as a group consisting of adult male co-presensors and their dependents.
The views and young children of these male members are the dependents. അതായത് the sharing of common propertyയെ കുറിച്ച് നമുക്ക് ജോയിന്റ് ഫാമിലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലെ തേർഡ് പോയിന്റ് ആണ് ദി ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അപ്പോൾ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടിയെ കുറിച്ച് ആരൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നത്? റിസർച്ചേഴ്സ് ആയിട്ടുള്ള FG ബെയ്ലി 1953 TN മദൻ 1951 1963 FG ബെയ്ലി 1963 FG ബെയ്ലിയും TN മദൻ 1961 തുടങ്ങി ഗവേഷകർ ഈ കോമൺ പ്രോപ്പർട്ടി, അതായത് സ്വത്തുടമസ്ഥതയിലുള്ള ഒരു കൂട്ടം ബന്ധുക്കളുടെ ഒരു കൂട്ടത്തിലേക്ക് ജോയിന്റ് ഫാമിലി എന്ന പദം പരിമിതപ്പെടുത്തുമെന്ന് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട സ്കോളേഴ്സുകളായിട്ടുള്ള FG ബെയ്ലിയും TN മദനും എന്താണ് ഇവിടെ വാദിക്കുന്നത്? How advocate the limitation of the term joint family to a group of relatives from a property owning group. അതായത് FG ബെയ്ലിയും TN മദനും തുടങ്ങിയ ഗവേഷകർ, അതായത് പ്രോപ്പർട്ടി ഓവിംഗ് ഗ്രൂപ്പ്, അതായത് സ്വത്ത് ഉടമസ്ഥതയിലുള്ള ഒരു കൂട്ടം ബന്ധുക്കളുടെ ഒരു കൂട്ടത്തിലേക്ക് ജോയിന്റ് ഫാമിലി, സംയുക്ത കുടുംബം എന്ന പദം പരിമിതപ്പെടുത്തുമെന്ന് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോയിന്റ് ഫാമിലി, ഈ കോമൺ പ്രോപ്പർട്ടി, പൊതു സ്വത്ത് പങ്കിടലാണ് കുടുംബങ്ങളെ ശിഥിലമാക്കുന്നത്. അതായത് ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി, പൊതു സ്വത്ത് പങ്കിടൽ. പൊതു സ്വത്ത് പങ്കിടൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി പ്രകാരം പിതാവിൻ്റെ സ്വത്ത് മക്കൾക്ക് അർഹതയുണ്ട്. പിതാവിൻ്റെ ആയാലും മാതാവിൻ്റെ ആയാലും അവരുടെ അവകാശപ്പെട്ടിട്ടുള്ള അവരുടെ പ്രോപ്പർട്ടി മക്കൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് ഷെയറിങ് ചെയ്യുന്നതിലൂടെയാണ് ജോയിന്റ് ഫാമിലി ഇല്ലാതാകുന്നത് എന്ന് ആര് വാദിച്ചു? ബെയ്ലിയും TN മദനും വാദിച്ചു. അപ്പൊ നമ്മളുടെ ജോയിന്റ് ഫാമിലി അഥവാ സംയുക്ത കുടുംബം ശിഥിലമാകാനുള്ള കാരണം പൊതു സ്വത്ത് ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി, പൊതു സ്വത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് എന്ന് ഇവർ രണ്ടുപേരും വാദിച്ചു. ആൻഡ് ദെൻ in the compulsory family, M.F. Gore 1958 for instance defines a joint family as a group consisting of adult male co-parents and their dependents. The wives and young children of these male members are the dependents. അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം M.F. Gore, ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് ഗോറ്. M.F. ഗോർ 1968 അദ്ദേഹം എന്താണ് വാദിക്കുന്നത്? M.F. ഗോറിന്റെ അഭിപ്രായത്തിൽ കോപ്പറേസെൻസറി ഫാമിലി, അതായത് കോപ്പറേസെൻസറി കുടുംബം പ്രായപൂർത്തിയായ പുരുഷന്മാർക്കും അതേപോലെ തന്നെ അവരുടെ ആശ്രിതരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പായി ഒരു കുടുംബത്തെ നിർവചിക്കുന്നു. ഈ പുരുഷ അംഗങ്ങളുടെ ഭാര്യമാരും കുട്ടികളും ആശ്രിതരാണ്. അപ്പോൾ M.F. ഗോർ പറയുന്നത് പുരുഷന്മാർ, ഒരു കുടുംബത്തിലെ പുരുഷന്മാർ പ്രായപൂർത്തിയാകുന്നതോടുകൂടി അവർക്കായിരിക്കും പിന്നെ സ്വത്തിൻ്റെ അവകാശവും. നമുക്കറിയാം, ഒരു വലിയ കൂട്ടുകുടുംബം കരുതുക. ആ കൂട്ടുകുടുംബത്തിൽ 3-4 മക്കളുണ്ടെങ്കിൽ അതിലെ മൂത്ത മകനായിരിക്കും ആദ്യം എന്ത് ചെയ്യുക, സ്വത്ത് അയാളുടെ ഷെയറിൽ വീട് വെക്കുക, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ M.F. ഗോർ പറയുന്നത് ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തില് മെയിൽ കോപ്പറേഷൻസിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. അവരിലേക്ക് സ്വത്ത് ഭാഗിക്കപ്പെടുകയും എന്നിട്ട് അവരെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത് യങ് ചിൽഡ്രൻ, അതായത് അതേപോലെ തന്നെ യങ് ചിൽഡ്രൻ ആ മെയിൽ, അതായത് ആ പുരുഷനെ ആരൊക്കെ, അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകനാണെങ്കിൽ ആ മകനെ ആയിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് എവിടെ കാണപ്പെടുന്നത്? കോമൺ പ്രോപ്പർട്ടി, ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടിയിൽ കാണപ്പെടുന്നത് എന്നാണ് ആര് വാദിച്ചത്? M.F. ഗോർ വാദിച്ചത്. അപ്പം M.F. ഗോർ പറയാണ്
പ്രായപൂർത്തിയായ പുരുഷന്മാർ അവരിലേക്ക് സ്വത്ത് ഭാഗിക്കപ്പെടുകയും അങ്ങനെ കുടുംബത്തെ ഒരു ഗ്രൂപ്പായി തരംതിരിക്കുകയും അങ്ങനെ പുരുഷ അംഗങ്ങളുടെ ഭാര്യമാരും കുട്ടികളും പുരുഷനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? The female members have not been included in the category of the corporation. They have right of residence and maintenance only as dependents. അതേപോലെ തന്നെ സ്ത്രീകൾ അടങ്ങുന്ന ഒരു വിഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു പ്രോപ്പർട്ടി ഷെയറിങ്ങില് ആരേനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് സ്ത്രീകൾ അടങ്ങുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ദേ ഹാവ് റൈറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് മെയിൻ്റെനൻസ് ഓൺലി ആസ് ഡിപ്പെൻഡൻസ്. അവരെ ആശ്രിതരായി മാത്രമേ അവർക്ക് താമസിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശമുള്ളൂ. അപ്പോൾ പൊതുവെ ഒരു വലിയ കൂട്ടുകുടുംബമാണെങ്കിൽ ആ കൂട്ടുകുടുംബത്തിലെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ പുരുഷ മേധാവിത്വത്തിലേക്കാണ് ചെന്നിരുന്നത്, പുരുഷന്മാർക്കാണ് ലഭിച്ചിരുന്നത്. ആ പുരുഷന്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ മൂത്ത പെൺമക്കളാണെങ്കിൽ അവരെ വിവാഹം ചെയ്ത് അയക്കുകയാണ് ചെയ്യുക, അല്ലാതെ അവർക്ക് ഈ തറവാട് വകയുള്ള ഇത് വീതിച്ചു കൊടുക്കുന്ന പതിവ് ഇപ്പം അങ്ങനെ അല്ല കേട്ടോ, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രല്ല അവർക്ക് എന്തേ ഉള്ളൂ, അവർക്ക് അവിടെ ആ കുടുംബത്തിന് ആശ്രിതയായിട്ട് താമസിക്കാനും അവിടെ പരിപാലിക്കാനുമുള്ള ഒരു അധികാരം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്നാൽ in 1937 an attempt was made to confer the same right. 1937 ഈ ഒരു അവകാശത്തിൽ ചില മാറ്റങ്ങൾ വന്നു. എന്താണ്? In 1937 attempt was made confer the same right, the right of inheritance of property on a Hindu widow as her son would have in the estate of her deceased husband. The act enabled her to enjoy the income only from the immovable property of her husband during her lifetime. അതായത് മരിച്ചുപോയ ഭർത്താവിൻ്റെ സ്വത്തിന് അവളുടെ മകന് അവകാശമുണ്ടായിരുന്നു. അങ്ങനെ സ്വത്തിൻ്റെ അനന്തരാവകാശം നൽകാനുള്ള ശ്രമം ഉണ്ടാവുകയും അങ്ങനെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നുള്ള വരുമാനം മാത്രമേ ആ സ്ത്രീക്ക് അതുകൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ പുരുഷന് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, പ്രോപ്പർട്ടി ഷെയറിങ് ചെയ്തു കൊടുത്തിരുന്നുള്ളൂ, സ്ത്രീകൾക്ക് നൽകിയിരുന്നില്ല. സ്ത്രീകൾ അവിടെ ആശ്രിതരായിട്ട് താമസിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർക്ക് ആദ്യ കാലഘട്ടത്തിലൊന്നും അവരുടെ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നീട് 1937 ഈ നിയമം മാറ്റപ്പെടുകയും അതായത് ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അയാളിൽ ജനിച്ച മക്കൾക്ക് അവരേനെ വളർത്തുന്നതിന് ഈ വിധവയായ സ്ത്രീക്ക് സ്വത്ത് നൽകണം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുക? ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അതിലെ ആദ്യത്തെ 2 പാരഗ്രാഫാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയിട്ടിട്ടുണ്ട്, സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ പറയുകയും ചെയ്തു. ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്രേ പറയുന്നുള്ളൂ, പുരുഷവർഗത്തിനാണ് അതായത് ഈ പുരുഷന്മാർക്ക് സ്വത്ത് ഭാഗിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് കൂട്ടുകുടുംബം ഇല്ലാതായത്. മാത്രമല്ല പുരുഷന്മാരായിരിക്കും ഈ കൂട്ടുകുടുംബത്തിൻ്റെ മേധാവിത്വം വഹിക്കുക, അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഭാര്യമാരും മക്കളും ജീവിച്ചിരുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിലൂടെ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് പൊതുവെ സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ
അവര് ആശ്രിതരായി ജീവിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ 1937 നിയമം അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മക്കൾക്ക് ഭർത്താവിൻ്റെ സ്വത്ത് അവകാശമായി. കാരണം അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഭർത്താവിൻ്റെ ആ കുട്ടികളുടെ അച്ഛൻ്റെ സ്വത്ത് ഭാഗമായി നൽകണം എന്നൊരു നിയമം വന്നു. ഇത്രയും കാര്യങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. മാരേജ് എന്ന സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, വിവാഹം എന്ന സ്ഥാപനം. മാരേജ് ഈസ് വൺ ഓഫ് ദ യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദാറ്റ് ഓഫ് ദ ഫാമിലി. അതായത് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം പോലെ തന്നെ സാർവത്രിക സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് വിവാഹം. മാരേജ് ഈസ് വൺ ഓഫ് ദ യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദാറ്റ് ഓഫ് ദ ഫാമിലി. കുടുംബം പോലെ തന്നെ സമൂഹത്തിൽ സാർവത്രികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് മാരേജ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ആൻഡ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. വിവാഹം എന്ന സ്ഥാപനവും കുടുംബവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല അത് കോംപ്ലിമെന്ററി ആണ്, പൂരകമാണ്. അപ്പൊ മാരേജ് ഉണ്ടാവുമ്പോഴേ ഫാമിലി ഉണ്ടാവുള്ളൂ. ഒരാരുമില്ലാത്തൊരു വ്യക്തി വിവാഹം കഴിക്കുന്നതിലൂടെയാണ് അയാൾക്ക് പുതിയൊരു കുടുംബം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ മാരേജ് ആണ് ഒരു വ്യക്തിയെ എന്തിലേക്ക് എത്തിക്കുന്നത്? കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അത് പരസ്പരം പൂരകമാണ്, കോംപ്ലിമെന്ററി ആണ്. Marriage is the institution established by the human society to control and regulate the sex life of man in a legal and customary manner. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? മനുഷ്യന്റെ സെക്സ്വൽ ജീവിതത്തെ നിയമപരവും ആചാരപരമായ രീതിയിൽ നിയന്ത്രിക്കുന്നതിനും അതേപോലെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മനുഷ്യ സമൂഹം സ്ഥാപിച്ച സ്ഥാപനമാണ് വിവാഹം. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ മാരേജ്? മാരേജ് ഈസ് ദ institution established by the human society to control and regulate the sex life of man in a legal and customary manner. അതായത് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സെക്സ് ജീവിതത്തെ നിയമപരവും ആചാരപരമായ രീതിയിൽ നിയന്ത്രിക്കുന്നതിനും മനുഷ്യ സമൂഹം സ്ഥാപിച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടി മനുഷ്യ സമൂഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വിവാഹം. ഇപ്പൊ മനുഷ്യന്റെ സെക്സ്വൽ ആയിട്ടുള്ള കാര്യത്തിനും അതേപോലെ തന്നെ പിന്നെന്താണ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കുടുംബം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടി മനുഷ്യൻ നിയമപരമായി സ്ഥാപിച്ച ഒന്നാണ് വിവാഹം. അത് മാത്രമല്ല പിന്നെന്താണ് ഉദ്ദേശിച്ചത്? ഇറ്റ് ഹാസ് ഡിഫറെന്റ് ഇംപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ്. ഓരോ സംസ്കാരത്തിലും വിവാഹത്തിന് വ്യത്യസ്ത പ്രത്യേകതകളാണ്, ഇംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഫാമിലി നിലനിൽക്കണമെങ്കിൽ, ഒരു ഫാമിലി അറ്റൈൻ ചെയ്യണമെങ്കിൽ മാരേജ് ആവശ്യമാണ്. മാത്രമല്ല വിവാഹം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ഹ്യൂമൻ സൊസൈറ്റിയുടെ സെക്സ്വലായിട്ടും ആചാരപരമായിട്ടും അതേപോലെ തന്നെ പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കസ്റ്റംസ്, ആചാരപരമായിട്ടും നിയമപരമായിട്ടും നിലനിൽക്കുന്ന ഒന്നാണ് വിവാഹം. അത് ഇറ്റ് ഹാസ് ഡിഫറെന്റ് ഇംപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ അത് വ്യത്യസ്ത രീതിയിലാണ് നിലനിൽക്കപ്പെടുന്നത്. ഓരോ വിവാഹം എപ്പോഴും ഓരോ സമൂഹത്തിലും അത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ അത് ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം എന്ന നിലയിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ വിവാഹം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിവാഹം ഓരോ സമൂഹത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാരേജ്. എന്താണ് മാരേജിന്റെ അർത്ഥവും അതേപോലെ തന്നെ നിർവചനവും എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. The
Collins Dictionary of Sociology mentions that marriage is a socially acknowledged and sometimes legally ratified union between an adult male and adult female. Many sociologists have defined marriage in different perspectives. According to Harton and Hunt, marriage is the approved social pattern whereby two or more persons establish a family. Malinowski says that marriage is a contract for the production and maintenance of children. അപ്പം എന്താണ് മാരേജിനെ കുറിച്ച് ഇവിടെ നിർവചിക്കുന്നത്? What is mean by marriage and the definition of marriage? മാരേജ് എന്നതിൻ്റെ അർത്ഥവും നിർവചനം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക. കൊളിൻസ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജി. കൊളിൻസ് സോഷ്യോളജി ഡിക്ഷണറി എന്ന നിഘണ്ടു. അപ്പോൾ കൊളിൻസ് സോഷ്യോളജി ഓഫ് നിഘണ്ടുവിൽ വിവാഹം എന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സാമൂഹികമായും അംഗീകരിക്കപ്പെട്ടതും ചിലപ്പോൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു ഐക്യത്തെയാണ് എന്ത് പറയുന്നത്, ഒരു യൂണിറ്റി ഫോം അഥവാ ഐക്യരൂപത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിവാഹം എന്നറിയപ്പെടുന്നത്. അതായത് കൊളിൻസ് ഡിക്ഷണറി പ്രകാരം, കൊളിൻസ് സോഷ്യോളജിയുടെ ഒരു പ്രധാന നിഘണ്ടുവാണ് കൊളിൻസ്. അപ്പോൾ ആ കൊളിൻസ് നിഘണ്ടു പ്രകാരം വിവാഹം എന്നത് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതും ചിലപ്പോൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു ഐക്യരൂപത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവാഹം എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കാൻ അനുമതിയുള്ളൂ. കാരണം ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് മെച്വേർഡ് ആവണം. ഏകദേശം സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാനൊക്കെ കഴിയുമ്പോഴാണ് നമ്മളൊരു അത്തരത്തിലുള്ളൊരു വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊളിൻസ് നിഘണ്ടു പ്രകാരം വിവാഹം എന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതും എന്നാൽ ചിലപ്പോൾ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു ഐക്യരൂപത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവാഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Many sociologists have defined marriage in different perspectives. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും വിവാഹത്തെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിർവചിക്കുന്നുണ്ട്. Many sociologists have defined marriage in different perspectives. പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും വിവാഹത്തെ ഇവിടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ പറയുന്നുണ്ട്. അതിലൊരാൾ പറയുന്നതാണ് അക്കോർഡിംഗ് ടു ഹർട്ടൺ ആൻഡ് ഹണ്ട്. ഹർട്ടണും ഹണ്ടിൻ്റെയും അഭിപ്രായത്തില് ഹർട്ടണും ഹണ്ടും പറയുന്നതനുസരിച്ച് വിവാഹം എന്നത് എന്താണ്? മാരേജ് ഈസ് ദ അപ്രൂവ്ഡ് സോഷ്യൽ പാറ്റേൺ വെയർ ബൈ ടു ഓർ മോർ പേഴ്സൺ എസ്റ്റാബ്ലിഷ് എ ഫാമിലി. ഹണ്ടിൻ്റെയും അതേപോലെ തന്നെ ഹർട്ടൻ്റെയും ഹണ്ടിൻ്റെയും അഭിപ്രായത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകൃത സാമൂഹിക രീതിയാണ് വിവാഹം. അപ്പൊ ഹണ്ടിൻ്റെയും ഹർട്ടൻ്റെയും അഭിപ്രായത്തില് വിവാഹം എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകൃത സാമൂഹിക രീതി. അപ്പൊ ഹർട്ടൻ്റെയും ഹണ്ടിൻ്റെയും അഭിപ്രായത്തിൽ വിവാഹം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകൃത സാമൂഹിക രീതിയാണ് വിവാഹം. അതേപോലെ തന്നെ പിന്നെ മാരേജ് ഈസ് ദ അപ്രൂവ്ഡ് സോഷ്യൽ പാറ്റേൺ whereby two or more person establish a family. ഇനി മലിനോവ്സ്കിയുടെ അഭിപ്രായത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? Malinowski says that marriage is a contract for the production and maintenance of children. അതേപോലെ തന്നെ മലിനോവ്സ്കിയുടെ അഭിപ്രായത്തിൽ വിവാഹം എന്നത് എന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതായത്
വിവാഹം എന്നത് കുട്ടികളുടെ ഉൽപാദനത്തിനും പരിപാലനത്തിനുമുള്ള ഒരു കരാർ, ഒരു എഗ്രിമെന്റ് ആണ് വിവാഹം എന്ന് ആരഭിപ്രായപ്പെടുന്നു? മാലിനോവിസ്കി. അപ്പോൾ മാലിനോവിസ്കി says that marriage is a contract for the production and maintenance of children. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതിനുമുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് വിവാഹം എന്നാണ് മാലിനോവിസ്കിയുടെ അഭിപ്രായം. അപ്പോൾ ഞാനിവിടെ രണ്ടാള് പറയുന്നത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം. അപ്പോൾ എന്താണ് മീനിങ് മാരേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നിർവചിക്കുക. കോളിൻ ഡിക്ഷണറി പ്രകാരം സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ഒരു നിഘണ്ടുവാണ് കോളിൻസ്. അത് ആ നിഘണ്ടു പ്രകാരം വിവാഹം എന്നത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതും എന്നാൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു ഐക്യരൂപത്തെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഹർട്ടന്റെയും ഹണ്ടിന്റെയും അഭിപ്രായത്തിൽ വിവാഹം എന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകൃത സാമൂഹിക രീതിയാണ് വിവാഹം. എന്നാൽ നമ്മളുടെ മാലിനോവിസ്കിയുടെ അഭിപ്രായത്തിൽ വിവാഹം എന്നത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ഒരു കരാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക്കാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവാഹത്തിന്റെ സാർവത്രികത എന്താണ്? ഇന്ത്യയിലെ വിവാഹത്തിന്റെ സാർവത്രികത എന്നാണ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കൂ. മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് വിച്ച് ഈസ് സോഷ്യലി അപ്രൂവ്ഡ്. ദ റിലേഷൻഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആൻഡ് sanctioned by custom and law. The definition of the relationship includes not only guidelines for behavior relating to sex but also regarding things like the particular way labor is to be divided and other duties and privilege. Children born of marriage are considered the legitimate offspring of the married couple. അതായത് ഇന്ത്യയിലെ വിവാഹത്തിന്റെ സാർവത്രികത എന്ന് പറഞ്ഞാൽ വിവാഹം ഇന്ത്യയിൽ ഒരു പ്രധാന സാമൂഹിക സ്ഥാപനമാണ്. മാത്രമല്ല സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണിത്. അപ്പൊ ഇന്ത്യയിലെ വിവാഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ മാരേജ് എന്ന് പറയുന്നത് ഒരു പ്രധാന സാമൂഹിക സ്ഥാപനമാണ്. മാത്രമല്ല സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ഒരു ബന്ധമാണിത്. ആചാരങ്ങളും നിയമങ്ങളും ഈ ബന്ധത്തെ നിർവചിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ദ റിലേഷൻഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ കസ്റ്റം ആൻഡ് ലോ. അപ്പോൾ ആചാരങ്ങളും, കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ, ലോ പറഞ്ഞാൽ നിയമങ്ങൾ, ആചാരങ്ങളും നിയമങ്ങളും ഈ ഒരു റിലേഷനെ എന്ത് ചെയ്യപ്പെടുന്നു? അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നെന്താ അവിടെ പറയുന്നത്? The definition of the relationship include not only guidelines for the behavior relating to sex but also regarding things like the particular way labor is to divided and other duty and privileges. അതേപോലെ തന്നെ പിന്നെന്താണ് വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, വിവാഹം ഒരു പ്രധാന സാമൂഹിക സ്ഥാപനമാണ്. അത് സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ഒരു ബന്ധമാണ്. ആചാരങ്ങളും നിയമങ്ങളും ഈ ബന്ധത്തെ നിർവചിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതായത് സെക്സ്വലായിട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട പെരുമാറ്റത്തിനുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, എങ്ങനെ വിഭജിക്കണം, മറ്റു കടമകൾ, പദവികൾ എന്നിവയെക്കുറിച്ചും ഈ ബന്ധത്തിൽ നിർവചനങ്ങൾ നൽകുന്നു. ഒരു സെക്സ്വലിന് മാത്രം വേണ്ടിയല്ല മാരേജ് എന്ന് പറയുമ്പോൾ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പ് അല്ല. അത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ കടമകൾ, ഡ്യൂട്ടീസുകൾ, നമ്മളുടെ പദവികളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നതുകൂടി മനസ്സിലാക്കുന്ന, നമുക്ക് നിർദ്ദേശം നൽകുന്ന ഒരു ഗൈഡ് ലൈൻസ് കൂടിയാണ് എന്ത്? വിവാഹം. ഒരിക്കലും വിവാഹം എന്ന് പറയുമ്പോൾ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമല്ല മാരേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത്രയും എന്താ പറയുക,
അത്രയും പ്രാധാന്യമുള്ളതും വിലപ്പെട്ടതും അതേപോലെ തന്നെ നമ്മളുടെ ഒരു പളുങ്കു പാത്രമാണ് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഒരു പളുങ്കു പാത്രം പോലെയാണ് നമുക്ക് മാരേജിനെ, വിവാഹത്തെ കണക്കാക്കേണ്ടത്. കാരണം അത്രത്തോളം അതിന് പവിത്രതയുണ്ട് എന്ന് പറയാം, പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമല്ല ഒരിക്കലും വിവാഹം. അത് അതിൻ്റെ കടമകളെ, പദവികളെ തുടങ്ങിയ കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വിവാഹം എന്ന ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. ഒരുപാട് കടമകളും പദവികളും ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് വിവാഹം എന്ന ഈ ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്നത്. Children born of marriage are considered the legitimate offspring of the married couple. വിവാഹത്തിൽ നിന്നും ജനിക്കുന്ന കുട്ടികളെ ദമ്പതികളുടെ നിയമാനുസൃത സന്തതികളായി കണക്കാക്കുന്നു. മാത്രമല്ല, മാരേജിലൂടെ മാത്രമേ നമുക്ക് കുട്ടികൾ അങ്ങനെ ജനിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടികളെ എന്തായിട്ട് കണക്കാക്കുന്നത്? നിയമാനുസൃത സന്തതികൾ, ലീഗൽ ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കപ്പെടുള്ളൂ. ചിൽഡ്രൻ ബോൺ ഓഫ് മാരേജ് ആർ കൺസിഡർഡ് ലെജിറ്റിമേറ്റ് ഓഫ്സ്പ്രിംഗ് ഓഫ് ദ മാരീഡ് കപ്പിൾ. അതായത് വിവാഹത്തിൽ നിന്നും ജനിക്കുന്ന കുട്ടികളെ മാത്രമേ നിയമാനുസൃത സന്തതികളായി കണക്കാക്കുകയുള്ളൂ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പവിത്രമായ ഒന്നാണ്. അത് വെച്ചിട്ട് ആഭാസപരമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ട ഒന്നല്ല. അത് നമ്മളുടെ വരും തലമുറയ്ക്കും ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് കുടുംബം. അപ്പോൾ ഈ വിവാഹത്തിലൂടെ കുട്ടികൾ ജനിക്കുമ്പോൾ മാത്രമേ നിയമസാധുത ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെ നിയമാനുസൃത സന്തതികളായിട്ട് അവരെ കണക്കാക്കുള്ളൂ. മാത്രമല്ല, അനന്തരാവകാശത്തിൻ്റെയും പിന്തുടർച്ചയും ഒക്കെ ഇതിലൂടെയാണ് കിട്ടുന്നത്. കുട്ടികൾക്ക് വേണ്ട ദ ലെജിറ്റമസി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മാറ്റർ ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ. അതേപോലെ തന്നെ അനന്തരാവകാശത്തിൻ്റെയും പിന്തുടർച്ചയുടെയും കാര്യത്തിൽ നിയമസാധുത പ്രധാനമാണ്. അപ്പോൾ ഒരു വിവാഹത്തിലൂടെ കുട്ടികൾ ജനിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പാരമ്പര്യ സ്വത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിനുള്ളത് മാത്രമല്ല, നല്ല തലമുറയെ സൃഷ്ടിക്കുന്നതിനും നമ്മളുടെ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനും നമ്മളുടെ ഡ്യൂട്ടികൾ, നമുക്കൊരുപാട് കടമകളുണ്ട്, അത് നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയാണ് വിവാഹം. അതുകൊണ്ടാണ് വിവാഹം എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഒരു യൂണിവേഴ്സലാണ് എന്ന് പറയാനുള്ള കാരണം. വിവാഹം എപ്പോഴും ഒരു യൂണിവേഴ്സൽ, സാർവത്രികമാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതായിട്ട് അതിൽ തന്നെ നമുക്ക് ആ ടോപ്പിക്കിൽ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ആ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. The religious text of many communities in India have outlined the purpose, right and duty involved marriage. ഇന്ത്യയിലെ പല സമൂഹങ്ങളിലും മതപരീക്ഷണങ്ങൾ വിവാഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ്? കടമകളും, അതായത് ഇന്ത്യയിലെ പല മതവിഭാഗങ്ങളിലും വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കടമകളും, റൈറ്റും ഡ്യൂട്ടീസും നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദ റിലീജിയസ് ടെസ്റ്റ് ഓഫ് മെനി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഹാവ് ഔട്ട്ലൈൻ ദ പർപ്പസ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ഇൻവോൾവ്ഡ് ഇൻ മാരേജ്. ഇന്ത്യയിലെ പല സമൂഹങ്ങളുടെയും റിലീജിയസ് ടെസ്റ്റ് എന്ന്, അതായത് മതപരമായിട്ടുള്ള വീക്ഷണം, വിവാഹത്തെക്കുറിച്ചുള്ള മതപരമായ വീക്ഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരുപാട് കടമകളും അതേപോലെ തന്നെ റൈറ്റ്, അവകാശങ്ങളും കടമകളും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. Among the Hindu, for instance, marriage is regarded as a socio-religious duty. സാമൂഹികവും മതപരമായിട്ടുള്ള കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വിവാഹം എന്നാണ് ഹിന്ദു സമൂഹത്തിൽ പറയുന്നത്. Among the Hindus, for instance, marriage is regarded as a socio-religious duty. അതായത് ഒരു സാമൂഹിക മത കടമയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഹിന്ദു സമൂഹത്തിൽ മാരേജിനെ കണക്കാക്കുന്നത്. Ancient Hindu text point out 3 main aim of marriage. Ancient, അതായത് പുരാതന ഹിന്ദു സമൂഹത്തിൽ ആൻഷ്യന്റ് ഹിന്ദു ടെസ്റ്റ് പോയിന്റ് ഔട്ട് 3 മെയിൻ എയിം. അപ്പോൾ പുരാതന ഹിന്ദു സമൂഹത്തിൽ വിവാഹത്തെ 3 രീതിയിലാണ് കാണുന്നത്. ധർമ്മ, ഡ്യൂട്ടി, പ്രജ.
പ്രഗനി, രതി, സെക്സ്വൽ പ്രഷർ, ധർമ്മ, പ്രജ ആൻഡ് രതി. 3 രീതിയിലാണ് ആൻഷ്യന്റ് ഹിന്ദു ടെക്സ്റ്റില് വിവാഹത്തെ കണക്കാക്കുന്നത്. സാധാരണ ഒരു നോർമൽ കേസിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു സാമൂഹിക മതപരമായ ഡ്യൂട്ടിയാണ് വിവാഹം എന്നാണ്. എന്നാൽ ആൻഷ്യന്റ് ഹിന്ദു ടെക്സ്റ്റിൽ വിവാഹത്തെ 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 3 രീതി എന്ന് പറയുന്നത്? ധർമ്മ പറഞ്ഞാൽ കടമ, അതേപോലെ തന്നെ പ്രജ എന്ന് പറയുമ്പോൾ സന്തതി എന്ന് പറയാം, അതേപോലെ തന്നെ രതി പറഞ്ഞാൽ സെക്സ്വൽ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ കടമകളും ധർമ്മങ്ങളും നിലനിർത്തുന്നതിനും സെക്സ്വൽ പ്ലഷറിന് വേണ്ടിയുമാണ് വിവാഹം എന്നാണ് ആൻഷ്യന്റ് ഹിന്ദു ടെക്സ്റ്റിൽ വിവാഹത്തെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഒരുവിധം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് അതേപോലെ തന്നെ യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ് ഇൻ ഇന്ത്യ, മാരേജ് എന്ന ആ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് അതായത് റൂൾസ് ഓഫ് പോസ്റ്റ് സെലക്ഷൻ ഇൻ മാരേജ്. അതായത് വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നാണ് ഇനി പറയുന്നത്. അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് റൂൾസ് ഓഫ് പോസ്റ്റ് സെലക്ഷൻ ഇൻ മാരേജ്. അതായത് സെലക്ഷൻ ഇൻ മാരേജ് പറയുമ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പ്, വിവാഹത്തിന് ഇണയെ തെരഞ്ഞെടുക്കാനുള്ള നിയമങ്ങൾ. റൂൾസ് ഓഫ് പോസ്റ്റ് സെലക്ഷൻ ഇൻ മാരേജ്. ഒരു വിവാഹത്തിന് സ്പോസ് എന്ന് പറഞ്ഞാൽ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 2 നിയമങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പോയിന്റ്സ് നന്നായിട്ട് ക്യാച്ച് ചെയ്യുക. പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ്. ആ പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഒരു വിവാഹത്തിൽ സ്പോസിനെ, അതായത് പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള നിയമങ്ങൾ എന്തൊക്കെയെന്ന്. അപ്പോൾ അതിൽ പ്രധാനമായും ആദ്യം നമുക്ക് എന്താണ് റൂൾസ് ഓഫ് പോസ്റ്റ് സെലക്ഷൻ ഇൻ മാരേജ് എന്താ എന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ നിയമങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, എവരി സൊസൈറ്റി lays down certain rules to select their life partners or not allowed to marry whomsoever they want. അതായത് ഓരോ സമൂഹവും തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരിക്കുന്നതിനോ ചില നിയമങ്ങൾ സ്ഥാപിക്കുന്നു. അതായത് every society lays down certain rules to select their life partners or not allowed to marry whomsoever they want. ഓരോ സമൂഹവും തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരിക്കുന്നതിനോ ചില നിയമങ്ങൾ സ്ഥാപിക്കുന്നു. ഓരോ സമൂഹവും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനോ ഒരു മകനോ മകൾക്കോ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാതിരിക്കുന്നതിനോ ചില നിയമങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ചില വിവാഹ നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. എവരി സൊസൈറ്റി ലൈസ് ഡൗൺ സർട്ടേൺ റൂൾസ് ടു സെലക്ട് ദെയർ ലൈഫ് പാർട്ട്നേഴ്സ് ഓർ നോട്ട് അലൗഡ് ടു മാരി whomsoever they want. ഓരോ സമൂഹവും തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരിക്കുന്നതിനോ ചില നിയമങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട്
Members have to abide by the prohibitive and prescriptive rules of marriage while selecting their marital partner. Some such rules are discussed here. അതായത് വിവാഹ പങ്കാളിയെ അഥവാ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അംഗങ്ങൾ വിവാഹത്തിൻ്റെ നിഷിദ്ധവും നിർദ്ദേശത്വമായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത്തരം ചില നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ വിവാഹത്തിന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ ഏതൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള റൂളാണ്, ഒന്നാമത്തെ റൂളാണ് പ്രോഹിബിറ്റീവ് റൂള് ആൻഡ് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂള്. അപ്പോൾ ഒരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാനുള്ള റൂൾസാണ് റൂൾസ് ഓഫ് പോസ്റ്റ് സെലക്ഷൻ ഇൻ മാരേജ്. അപ്പോൾ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള നിയമമാണ്, 2 നിയമങ്ങളാണ് ഉള്ളത്. പ്രോഹിബിറ്റീവ് റൂള്. പ്രോഹിബിറ്റീവ് റൂളിൽ തന്നെ 5 രീതികളാണ് വരുന്നത്. എൻഡോഗമി, എക്സോഗമി, ഇൻഫെറ്റ് ടാബോ, ഹൈപ്പർഗമി, ഹൈപ്പോഗമി അഥവാ പാർട്ടിലോമ എന്നും പറയും. അപ്പോൾ പ്രോഹിബിറ്റീവ് റൂൾസ്, അപ്പോൾ വിവാഹത്തിൻ്റെ പ്രധാന നിയമങ്ങളിലാണ് വരുന്നതാണ് പ്രോഹിബിറ്റീവ് റൂള്. പ്രോഹിബിറ്റീവ് റൂളിൽ വരുന്നതാണ് എൻഡോഗമി. വാട്ട് ഈസ് മീൻ ബൈ എൻഡോഗമി? എന്താണ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കൂ. അക്കോർഡിംഗ് ടു ഹോബൽ, എൻഡോഗമി ഈസ് എ സോഷ്യൽ റൂൾ that requires a person to marry within a defined social group of which he is a member. അതായത് ഹോബലിൻ്റെ ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കേട്ടോ ഹോബല്. അപ്പോൾ ഹോബലിൻ്റെ അഭിപ്രായത്തിൽ എൻഡോഗമി എന്നത് ഒരു സാമൂഹിക നിയമമാണ്. അതിൽ ഒരു വ്യക്തി താൻ അംഗമായ ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പിൽ വിവാഹം കഴിക്കണം. മാത്രമല്ല എൻഡോഗമി എന്നത് വിവാഹത്തിൽ ഒരു നിയമമാണ്. അപ്പോൾ എൻഡോഗമി എന്ന് പറഞ്ഞാൽ താൻ ഏത് ഗ്രൂപ്പിലാണോ, അതായത് അക്കോർഡിംഗ് ടു ഹോബൽ എൻഡോഗമി ഈസ് എ സോഷ്യൽ റൂൾ. ഹോബലിൻ്റെ അഭിപ്രായത്തിൽ എൻഡോഗമി എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിയമമാണ്. that requires a person to marry within defined social group of which he is a member. താൻ ഏത് ഗ്രൂപ്പിലെ അംഗമാണോ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് അനുശാസിക്കുന്ന ഒരു നിയമമാണ് എൻഡോഗമി. താൻ ജനിച്ചത് ഏത് ഗ്രൂപ്പിലാണോ, അത് പല ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഹിന്ദു സമൂഹത്തിലാണ് ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ജനിച്ചത് ഏത് കാസ്റ്റിലോ ഏത് ഗ്രൂപ്പിലോ ആണോ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന നിയമത്തെ പറയുന്ന പേരാണ് എൻഡോഗമി. ആരുടെ ഒപ്പീനിയനിൽ? ഹോബലിൻ്റെ അഭിപ്രായത്തിൽ. Endogamy is a rule marriage in which the life partner become outside the group is prohibited. എൻഡോഗമി വിവാഹത്തിൽ ജീവിത പങ്കാളിയെ ഒരിക്കലും പുറത്തു നിന്ന് വിവാഹം കഴിക്കാൻ പാടുന്നതല്ല. എപ്പോഴും അതായത് ഇവിടെ എന്താ പറയുക, എൻഡോഗമി ഈസ് റൂൾ ഓഫ് മാരേജ് ഇൻ വിച്ച് ദ ലൈഫ് പാർട്ട്ണർ ബിക്കം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് ഈസ് പ്രോഹിബിറ്റഡ്. ഔട്ട്സൈഡ് ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹത്തെ അവിടെ എന്ത് ചെയ്യുന്നു? തടയുന്നു. എപ്പോഴും സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻഡോഗമി വിവാഹം എന്ന് പറയുന്നത്. Marriage allowed only within group and the group may be caste, class, tribe, race, village, religious group. അപ്പോൾ എൻഡോഗമി വിവാഹത്തിൽ എങ്ങനെയാണ് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സെയിം കാസ്റ്റ്, സെയിം ക്ലാസ്, സെയിം ട്രൈബ്, സെയിം റേസ് പറഞ്ഞ വംശം, സെയിം വില്ലേജ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്. സ്വന്തം ജാതി, സ്വന്തമായിട്ടുള്ള വർഗം, സ്വന്തമായിട്ടുള്ള ട്രൈബ് ഗോത്രവർഗമാണെങ്കിൽ ഗോത്രവർഗം, അതേ വംശം, സ്വന്തമായിട്ടുള്ള ഗ്രാമം, സ്വന്തമായിട്ടുള്ള മതം, അങ്ങനെ സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നും വിവാഹം ചെയ്യുന്ന നിയമത്തെയാണ് എൻഡോഗമി മാരേജ് എന്ന് പറയുന്നത്.
ബിക്കം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് ഈസ് പ്രോഹിബിറ്റഡ്. പുറത്തു നിന്നുള്ള ഗ്രൂപ്പിനെ അവിടെ എന്ത് ചെയ്യുന്നു? പ്രോഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. അങ്ങനെ മാരേജ് ഈസ് അലൗഡ് ഓൺലി വിത്തിൻ ദ ഗ്രൂപ്പ്. ഇവിടെ വിവാഹം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഗ്രൂപ്പ് മേ ബി, ഇനി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും അവിടെ? കാസ്റ്റ് വരും, ക്ലാസ് വരും, ട്രൈബ്, റേസ്, വില്ലേജ്, റിലീജിയസ് ഗ്രൂപ്പ്. അപ്പോൾ സ്വന്തം സമൂഹത്തിൽ നിന്ന്, സ്വന്തം ഗ്രൂപ്പുകളായിട്ടുള്ള സ്വന്തം കാസ്റ്റിൽ നിന്നോ, ക്ലാസ്സിൽ നിന്നോ, ട്രൈബിൽ നിന്നോ, വില്ലേജിൽ നിന്നോ, റിലീജിയസിൽ നിന്നൊക്കെ ഉള്ള മാരേജിനെയാണ് എൻഡോഗമി മാരേജ് എന്ന് പറയുന്നത്. അവിടെ ഔട്ട്സൈഡിൽ നിന്നുള്ള, പുറത്ത് നിന്നുള്ളവരെ എന്ത് ചെയ്യുന്നു? പ്രോഹിബിറ്റഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സെയിം കാസ്റ്റ് ആണെങ്കിൽ പോലും പുറത്തു നിന്നുള്ളവരെ അനുവദിക്കില്ല. എങ്ങനെ തന്നെ ആയിരിക്കണം? സെയിം വില്ലേജിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കണം. അത്തരത്തിലുള്ള വിവാഹ നിയമമാണ് എൻഡോഗമി. അടുത്തതാണ് എക്സോഗമി. എക്സോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് നമുക്ക് നോക്കാം. എക്സോഗമി അക്കോർഡിംഗ് ടു ഹോബലിന്റെ അഭിപ്രായത്തിൽ എക്സോഗമി ഈസ് എ സോഷ്യൽ റൂൾ ദ പ്രോഹിബിറ്റ് എ പേഴ്സൺ ഫ്രം മാരേജ് വിത്തിൻ ഡിഫൈൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് ഷീ ഓർ ഹി ഈസ് എ മെമ്പർ. ഹോബലിന്റെ അഭിപ്രായത്തിൽ എക്സോഗമി എന്നത് നിരോധിക്കുന്ന ഒരു സാമൂഹിക നിയമമാണ്. എക്സോഗമി എന്നത് ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പിനുള്ളിൽ വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി അത് ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവളാകാം. അതായത് ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പിൽ നിന്നും വിവാഹം കഴിക്കുന്ന സ്ത്രീയെയോ പുരുഷനെയോ ആണ് എന്തു പറയുന്നത്? എക്സോഗമി എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹോബൽ, എക്സോഗമി ഈസ് എ സോഷ്യൽ റൂൾ. ഹോബലിന്റെ അഭിപ്രായത്തിൽ എക്സോഗമി എന്നത് ഒരു എന്താണ്? സോഷ്യൽ റൂൾ ദാറ്റ് പ്രോഹിബിറ്റ്, അതായത് നിരോധിക്കുന്ന ഒരു സാമൂഹിക നിയമമാണ്. മാത്രല്ല ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്വന്തം ഒരു നിശ്ചിത ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുക. അതായത് നിശ്ചിത ഗ്രൂപ്പിൽ നിന്ന് മാത്രമായിരിക്കണം ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സോഗമി ഡിഫൈൻഡ് ആസ് സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് ഷീ ഓർ ഹി ഈസ് എ മെമ്പർ. ഒരു സാമൂഹിക ഗ്രൂപ്പിൽ നിന്നുള്ള അംഗത്തെ മാത്രം വിവാഹം ചെയ്യുന്ന രീതിയാണിത്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഫ്രം എൻഡോഗമി റൂൾ. Endogamy is the practice of marriage in which an individual asks to marry someone outside his or her own group. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു എക്സോഗമി മാരേജിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഫോം ഓഫ് എൻഡോഗമി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഗ്രൂപ്പും ഒന്നാവണം, ഒരു വില്ലേജ് അവർ ഏത് അതേ വില്ലേജും അതേ ട്രൈബൽസും ആയിരിക്കണം. ഇവിടെ ഗ്രൂപ്പ് ഒന്നാവണം എന്നേ ഉള്ളൂ, പക്ഷേ പുറത്തു നിന്നും എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. ഇപ്പോൾ ഒരേ ജാതിക്കാരെ തന്നെ ജില്ല മാറിയിട്ടോ അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ സെയിം ഗ്രൂപ്പിന് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിവാഹം കഴിക്കുന്നതാണ് ഏത്? എക്സോഗമി മാരേജ് എന്ന് പറയുന്നത് കേട്ടോ. It is the opposite form of endogamy rule. Exogamy, the practice of marriage in which individual has to marry someone outside his or her own group. ഗ്രൂപ്പ് ഒന്നാവണമെന്നേ ഉള്ളൂ, പക്ഷേ പുറത്തു നിന്ന് സെയിം ഗ്രൂപ്പിനെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതാണ് എക്സോഗമി. രണ്ടും മാറരുത്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പും ഒന്നാവണം, അത് പ്ലേസും ഒന്നാവണം. ഒരേ സ്ഥലത്ത് നിന്നും ഒരേ ഗ്രൂപ്പിനെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി. എക്സോഗമി പറഞ്ഞാൽ ഗ്രൂപ്പ് ഒന്നാവണം, പക്ഷെ പ്ലേസ് ഒന്നാവണ്ട. അനദർ പ്ലേസ്, അത് ഔട്ട്സൈഡ്, അതായത് പുറത്ത് നിന്ന് സെയിം ഗ്രൂപ്പിന് തന്നെ വിവാഹം കഴിക്കണം, പക്ഷെ അത് എവിടെ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്നും വിവാഹം കഴിക്കുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്? എക്സോഗമി. ഔട്ട്സൈഡ് ഹിസ് ഓർ ഹെർ ഓൺ ഗ്രൂപ്പ്. Every community prohibits its members from having material relationship within the group. അതേപോലെ തന്നെ ഇവിടെ
മാത്രമല്ല ഈ ഒരു വിവാഹ രീതിയിൽ മാർട്ടിയൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സോഗമി മാരേജ് അസ്യൂം വേരിയസ് ഫോംസ് ഇൻ ഹിന്ദു ഇൻ ഇന്ത്യ സച്ച് ഗോത്ര ആൻഡ് സ്പിന്ദ. അതായത് ഗോത്രവർഗത്തിൽപ്പെട്ടവരിലിടെ ഹിന്ദു സമൂഹത്തിലെ ഗോത്രവർഗക്കാർക്കിടയിലും അതേപോലെ സ്പിന്ദയിൽക്കിടയിലുമാണ് ഇത്തരം ഒരു വിവാഹം കാണപ്പെടുന്നത്. ഗോത്ര refers to a group of family which share or a common mythical material ancestor and common blood relative from the parental side. അതായത് ഒരിക്കലും പേരൻസുമായി ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകളെ ആയിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. പേരൻസുമായി ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകളെ. ഗോത്ര refers to group of family which share or a common mythical martial ancestor and common blood relative from parent side. പേരൻസുമായിട്ട് പൊതുവായിട്ടൊരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു എക്സോഗമി എന്ന് പറയുന്നത്. ഓൺ മാരിയിങ് ഔട്ട്സൈഡ് വൺ ഗോത്ര ഈസ് കാൾഡ് ഗോത്ര എക്സോഗമി. അതായത് പുറത്തു നിന്നുള്ള ഗോത്രവർഗക്കാരെ വിവാഹം ചെയ്യുന്നതാണ് ഏത്, ഗോത്ര എക്സോഗമി. ഔട്ട്സൈഡിലുള്ള ഗോത്രവർഗക്കാരെ. പക്ഷെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കണം, സെയിം ഗ്രൂപ്പ് ആയിരിക്കണം. എൻഡോഗമി ആയിരിക്കുമ്പോൾ ഗ്രൂപ്പ് ഒന്നായിരിക്കണം, പ്ലേസും ഒന്നായിരിക്കണം. പക്ഷേ എക്സോഗമി ആയിരിക്കുമ്പോൾ ഗ്രൂപ്പ് ഒന്നായിരിക്കും, പക്ഷെ പ്ലേസ് വ്യത്യസ്തതായിരിക്കും. മാത്രമല്ല ബ്ലഡ് റിലേഷൻ, അച്ഛനമ്മമാരുമായിട്ടുള്ള ബ്ലഡ് റിലേഷൻ ഇല്ലാത്തവരെ ആയിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. അത് ഹിന്ദു സമൂഹത്തിലെ ഗോത്ര വിഭാഗങ്ങളിലാണ് ആദ്യ കാലഘട്ടത്തിൽ ഇത്തരം വിവാഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വൺ മാരിയിങ് ഔട്ട്സൈഡ് വൺ ഗോത്ര ഈസ് കാൾഡ് ഗോത്ര എക്സോഗമി. ഇങ്ങനെ പുറത്ത് നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്യുന്നതിന് ഗോത്ര എക്സോഗമി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എക്സോഗമി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഇൻസെക്ട് ടാബോ. എന്താണ് ഇൻസെക്ട് ടാബോ പറഞ്ഞാല്? അതായത് prohibition of sex or marital relationship between two persons who are related to each other by blood ties or who belong to same family is called insect taboo. രക്തബന്ധമുള്ളവരോ ഒരേ കുടുംബത്തിൽപ്പെട്ടവരോ ആയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സെക്സ്വൽ റിലേഷൻ അഥവാ ദാമ്പത്യ ബന്ധം നിരോധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസെക്ട് ടാബോ. Prohibition of sexual or marital relationship between two persons who are related to each other by blood ties or who belong to same family is called insect taboo. അതായത് ഇവിടെ ഇൻസെക്ട് ടാബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധമുള്ളവരോ ഒരേ കുടുംബത്തിൽപ്പെട്ടവരോ ആയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സെക്സ്വൽ റിലേഷൻഷിപ്പിനെയോ വൈവാഹിക ജീവിതത്തെ പ്രോഹിബിറ്റ് ചെയ്യുന്നതിനുള്ള നിയമമാണ് എന്ത് വിളിക്കുന്നത്, ഇൻസെക്ട് ടാബോ. അതായത് നമ്മളൊക്കെ അറിയാം, അമ്മാവൻ്റെ മക്കളെ വിവാഹം ചെയ്യുക, അമ്മായിയുടെ മക്കളെ വിവാഹം ചെയ്യുക, അത്തരത്തിലൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നുള്ള വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള വിവാഹ നിയമമാണ് ഇൻസെക്ട് ടാബോ. ഇൻസെക്ട് ടാബോ പ്രകാരം രക്തബന്ധമുള്ളവരെ വിവാഹം ചെയ്യരുത്. In every society, marriage of father, daughter, mother, son and brother, sister is prohibited. ഫാദറിൻ്റെ എന്താ ഇവിടെ പറയും, ഇൻ എവറി സൊസൈറ്റി മാരേജ് ഓഫ് ഫാദർ ഡോട്ടർ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, അച്ഛൻ അതേ മകൾ, അമ്മ മകൻ, സഹോദരൻ സഹോദരി അതേപോലെ തന്നെ എന്നിവയൊക്കെ നിഷിദ്ധമാണ്. അതേപോലെ ഹിന്ദു സമൂഹങ്ങളിൽ അടുത്ത ബന്ധമുള്ള അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എമംഗ് ഹിന്ദു മാരേജ് എമംഗ് ക്ലോസ് സ്കിൻ സച്ച് ആസ് പ്രോഹിബിറ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ ബട്ട് ഇൻ സൗത്ത് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ടു സം എക്സ്റ്റെൻറ്റ്. അതായത് ഹിന്ദു സമൂഹങ്ങളിൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം വടക്കേ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് പോലെ ദക്ഷിണേന്ത്യയിലും
ഇത് ഒരു പരിധി വരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കാനുള്ള വിവാഹ നിയമത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻസെക്ട് ടാബോ. അത് ഉത്തരേന്ത്യയിൽ നിരോധിച്ച പോലെ ദക്ഷിണേന്ത്യയിലും ഈ ഒരു രക്തബന്ധമുള്ളവരെ വിവാഹം കഴിക്കരുത് എന്നൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. കാരണം ബ്ലഡ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആളുകൾ മാരീഡ് ആവുമ്പോൾ അത് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള എന്താ പറയുക അംഗവൈകല്യങ്ങൾക്കും അത് കാരണമാകും. ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർ, അതായത് രക്തബന്ധത്തിലുള്ളവർ, അച്ഛൻ മകൾ, ഫാദർ ഡോട്ടർ, മദർ സണ്ണ്, സിസ്റ്റർ ബ്രദർ, അങ്ങനെ അത്തരത്തിലുള്ള റിലേഷനിലുള്ളവരും മറ്റ് നമ്മളുടെ കുടുംബാംഗത്തിൽപ്പെട്ട ഇപ്പോൾ ചേച്ചിയുടെ ഏട്ടത്തിയുടെ മകൻ അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെയുള്ളവരൊന്നും അതാണ് രക്തബന്ധം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രക്തബന്ധത്തിലുള്ളവർ വിവാഹം ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമമാണ് ഇൻസെക്ട് ടാബോ. അടുത്ത പോയിന്റാണ് ഹൈപ്പർഗമി. വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പർഗമി അഥവാ അനുലോമ എന്ന് പറയും. അനുലോമ. ഹൈപ്പർഗമി ഇറ്റ് ഈസ് ദ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് എ ബോയ് ഫ്രം അപ്പർ കാസ്റ്റ് ക്യാൻ മാരി എ ഗേൾ ഫ്രം ലോവർ കാസ്റ്റ്. ഹൈപ്പർഗമി അഥവാ അനുലോമ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിയിലെ ആൺകുട്ടിക്ക് താഴ്ന്ന ജാതിയിലെ പെൺകുട്ടിയെ വിവാഹം കഴിയുന്ന വിവാഹ രീതിയാണിത്. അങ്ങനെ ഒരു ബ്രാഹ്മണ ആൺകുട്ടിക്ക് താഴ്ന്ന ജാതിയിൽ നിന്നുള്ള പെൺകുട്ടിയിൽ നിന്ന് വിവാഹം കഴിക്കാം. പക്ഷെ അവളെ എന്തിലേക്ക് ആക്കും? അവരുടെ ആ ആചാര രീതിയിലേക്ക് എന്ത് ചെയ്യും? മാറ്റുക. അപ്പൊ ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് എ ബോയ് ഫ്രം അപ്പർ കാസ്റ്റ് ഉയർന്ന ജാതിയിലുള്ള ആൺകുട്ടി ക്യാൻ മാരി എ ഗേൾ ഫ്രം ലോവർ കാസ്റ്റ് താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർഗമി അഥവാ അനുലോമ. Thus, Brahman boy can marry from any lower caste or Varna girl. ഒരു ബ്രാഹ്മണ യുവാവ് താഴ്ന്ന ജാതിയിൽപ്പെട്ടതോ വർണ്ണ ഗേൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വർണ്ണങ്ങളാണ്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പൊ ആ രീതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർഗമി അഥവാ അനുലോമ എന്ന് പറയുന്നത്. ഇനി മാറരുത് കേട്ടോ. ഹൈപ്പോഗമി, പാർട്ടിലോമ എന്ന് പറയും. അനുലോമയുണ്ട്, പാർട്ടിലോമയുണ്ട്. ഹൈപ്പർഗമി, അനുലോമ. അപ്പൊ അനുലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണ യുവാവ് താഴ്ന്ന ജാതിക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് ഹൈപ്പർഗമി. ഇനി ഹൈപ്പോഗമി, ഇവിടെ ആറും ഇവിടെ ഓയും ആണ്, അത്രേ മാറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഹൈപ്പോഗമി പറഞ്ഞാൽ പാർട്ടിലോമ എന്ന് പറയും. എന്താണ് പാർട്ടിലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹൈപ്പോഗമി താഴ്ന്ന ജാതിയിൽ നിന്നുള്ള ആൺകുട്ടി ഉയർന്ന ജാതിയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന രീതി. ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് എ ബോയ് ഫ്രം ലോവർ കാസ്റ്റ് മാരേജ് എ ഗേൾ ഫ്രം ഹയർ കാസ്റ്റ്. ഒരു ലോവർ കാസ്റ്റിലുള്ള ബോയിയെ ഒരു ഹയർ കാസ്റ്റിലുള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഹൈപ്പോഗമി അഥവാ പാർട്ടിലോമ. It is that form of marriage in which a boy from lower caste marriage a girl from higher caste. ഒരു ലോവർ കാസ്റ്റിലുള്ള പുരുഷനെ ഹയർ കാസ്റ്റിലുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്ന രീതിയാണ് ഹൈപ്പോഗമി അഥവാ പാർട്ടിലോമ എന്നും പറയും. ഹൈപ്പോഗമിയുടെ മറ്റൊരു പേരാണ് പാർട്ടിലോമ. In traditional society, such marriage were not encouraged or preferred. ഈ ഒരു പിന്നെന്താ അവിടെ പറയുന്നത്? പരമ്പരാഗത സമൂഹത്തിൽ അത്തരം വിവാഹങ്ങൾ പ്രോത്സാഹിക്കപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. ഇൻ ട്രഡീഷണൽ സൊസൈറ്റി, ഒരു പരമ്പരാഗത സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അപ്പോൾ ഹൈപ്പോഗമി അഥവാ പാർട്ടിലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർന്ന ജാതിക്കാരിയായിട്ടുള്ള ഒരു അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന രീതിയാണ് പാർട്ടിലോമ അഥവാ ഹൈപ്പോഗമി. ഈ ഒരു രീതി പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു ട്രഡീഷണൽ സമൂഹത്തിൽ, ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഇത്തരം ഒരു സിറ്റുവേഷനെ എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല.
It was not possible for a Brahmin girl to marry a boy from lower caste or varna and get acceptance from society. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, അതിനാൽ ബ്രാഹ്മണ പെൺകുട്ടിക്ക് താഴ്ന്ന ജാതിയിലെ വർണ്ണത്തിലുള്ള ആൺകുട്ടിയെ വിവാഹം കഴിച്ച് സമൂഹത്തിൽ നിന്ന് സ്വീകാര്യത നേടുന്നത് സാധ്യമല്ല. പക്ഷെ ആൺകുട്ടിക്ക് ചെയ്യാം. ഒരു ഉയർന്ന ജാതിക്കാരനായ ആൺകുട്ടിക്ക് വേണമെങ്കിൽ താഴ്ന്ന ജാതിക്കാരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാം. പക്ഷേ ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിക്ക് ഒരിക്കലും താഴ്ന്ന ജാതിക്കാരനായ ഒരു യുവാവിനെ വിവാഹം ചെയ്യാൻ സമൂഹം ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് അതിന് അനുവദീയമല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെയാണ് പ്രോഹിബിറ്റീവ് റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മാരേജ് സെലക്ഷൻ്റെ നിയമങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ പ്രധാന പോയിന്റാണ് പ്രോഹിബിറ്റീവ് റൂള്. ആ പ്രോഹിബിറ്റീവ് റൂളിൽ വരുന്നതാണ് എൻഡോഗമി, എക്സോഗമി, ഇൻഫന്റ് ടാബോ, ഹൈപ്പർഗമി, ഹൈപ്പോഗമി. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള പോയിന്റ് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ. പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്താണ്? പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂള്. എന്താണ് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾസ് എന്ന് നമുക്ക് നോക്കാം. അതായത് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റൂൾസ് ഓഫ് എക്സോഗമി ആൻഡ് എൻഡോഗമി മേ ബി പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് വിച്ച് ഗീവ് പ്രിഫറൻസ് ടു സർട്ടൻ ടൈപ്പ് ഓഫ് അലയൻസ് ഓവർ അതർ. അതായത് ഇവിടെ എന്താ പറയുന്നത്, നമുക്കറിയാം എക്സോഗമി വിവാഹത്തെയും എൻഡോഗമി വിവാഹത്തിൻ്റെയും നിയമങ്ങൾ മുൻഗണനാ ക്രമത്തിലുള്ളതോ അതേപോലെ തന്നെ പിന്നെ അതേ നിർദ്ദേശപ്രകാരമുള്ളതോ ആകാം. അവ പലതരത്തിലുള്ള കൂടിച്ചേരലുകൾക്ക് അല്ലെങ്കിൽ മുൻഗണനകൾ നൽകുന്നു. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ എക്സോഗമി പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂളിൽ എൻഡോഗമി എക്സോഗമി വിവാഹങ്ങളിൽ എൻഡോഗമി എന്താണെന്നും എക്സോഗമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എൻഡോഗമി എന്ന് പറഞ്ഞാൽ സെയിം ഗ്രൂപ്പിനെ സെയിം സ്ഥലത്തുള്ളവരെ തന്നെ കഴിക്കുക. എക്സോഗമി പറഞ്ഞാൽ സെയിം ഗ്രൂപ്പായിരിക്കും പക്ഷെ പുറത്തു നിന്നുള്ള ഭാഗത്തു നിന്നും കഴിക്കുക. അപ്പോൾ ഈ രണ്ട് എൻഡോഗമിയെയും എക്സോഗമിയെയും ഇത്തരത്തിലുള്ള വിവാഹ രീതിയെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് എന്ത് പറയുക, പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്ന് പറയുന്നത്. അതായത് എൻഡോഗമി മാരേജിനെയോ എക്സോഗമി മാരേജിനെയോ പ്രിഫറൻഷ്യൽ ചെയ്യുക എന്നാൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ വിവാഹ രീതിയെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ certain case, the individual may choose a marriage partner within a particular kin group or may be bound to choose only one such kin. അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചില വ്യക്തികൾ ബന്ധത്തിൻ്റെ ഗ്രൂപ്പ് സ്വന്തം രക്തബന്ധത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ. അപ്പോൾ പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്? എൻഡോഗമി എക്സോഗമി വിവാഹത്തിൽ ആ വിവാഹ രീതിയിൽ നിന്നും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവിത പങ്കാളിയെ പ്രിഫറൻഷ്യൽ തിരഞ്ഞെടുക്കുന്ന രീതിയെയാണ് എന്ത് പറയുന്നത്? പ്രിഫറൻഷ്യൽ ഓർ പെർസ്പെക്റ്റീവ് റൂൾ എന്ന് പറയുന്നത്. മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ വ്യക്തികൾ ചൂസ് ചെയ്യുന്നു, പാർട്ട്ണറെ മാരേജിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അടുത്ത ബന്ധത്തിൽപ്പെട്ടവരെയും ആയിരിക്കും. ഇനി നമുക്ക് അതിൽ വരുന്ന ടൈപ്സ് നോക്കാം. ക്രോസ് കസിൻ മാരേജ്, പാരലൽ കസിൻ മാരേജ്, ലിബറേറ്റ് മാരേജ്, സൊറേറ്റ്. എന്തൊക്കെയാണ് ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോസ് കസിൻ വിവാഹം, ദ മാരേജ് ഓഫ് ടു ഇൻഡിവിജ്വൽ who are the children of sibling of opposite sex. Man marries his mother's brother daughter or his father's sister daughter. It is called a cross cousin marriage. അതായത്
ഇവിടെ എന്താണ് ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ എതിർ ലിംഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ മക്കളായ രണ്ട് വ്യക്തികളുടെ വിവാഹം. അതായത് പുരുഷൻ തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളെയോ പിതാവിൻ്റെ സഹോദരിയുടെ മകളെയോ വിവാഹം കഴിക്കുന്നതിനെയാണ് ക്രോസ് കസിൻ എന്ന് പറയുക. അതായത് പുരുഷൻ തൻ്റെ അമ്മാവൻ്റെ മകളെ വിവാഹം കഴിക്കുക, അമ്മാവൻ്റെ മകളേനെ വിവാഹം കഴിക്കുക. അതേപോലെ തന്നെ പിതാവിൻ്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുക. അങ്ങനെയൊക്കെ വരുന്ന വിവാഹത്തെയാണ് ക്രോസ് കസിൻ മാരേജ് എന്നറിയപ്പെടുന്നത്. അതായത് മുറപ്പെണ്ണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അത്തരത്തിലുള്ള വിവാഹ രീതിയാണ് ക്രോസ് കസിൻ മാരേജ്. ദ മാരേജ് ഓഫ് ടു ഇൻഡിവിജ്വൽ ഹു ആർ ദ ചിൽഡ്രൻ ഓഫ് സിബ്ലിങ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. എ മാൻ മാരീസ് ഹിസ് മദർ ബ്രദർ ഡോട്ടർ ഓർ ഹിസ് ഫാദർ സിസ്റ്റർ ഡോട്ടർ. മാതാവിൻ്റെ സഹോദരൻ്റെ മകളെയോ അതല്ലെങ്കിൽ ഫാദറിൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകളെയോ വിവാഹം കഴിക്കുന്നതിനെയാണ് ക്രോസ് കസിൻ മാരേജ് എന്ന് വിളിക്കുന്നത്. സച്ച് ടൈപ്പ് ഓഫ് മാരേജ് ഇൻ പ്രാക്ടീസ്ഡ് അമോങ് ദ ഗോണ്ടാസ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഒറോൺ ആൻഡ് കാരിയ ട്രൈബ് ഓഫ് ജാർഖണ്ഡ്. ഇത്തരത്തിലുള്ള വിവാഹ രീതി കാണപ്പെട്ടിരുന്നത് മധ്യപ്രദേശിലെ ഗോണ്ടാസ് വർഗങ്ങൾക്കിടയിലും ഗോണ്ടുകൾക്കിടയിലും ജാർഖണ്ഡിലെ ഒറോവൺ കാരിയ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുമാണ് ഇത്തരത്തിലുള്ള വിവാഹ രീതി കാണപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിവാഹം കാണപ്പെടുന്നു 1953 മുതൽ. അപ്പോൾ ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധത്തിലുള്ള ആളുകൾ തന്നെ പിതാവിൻ്റെ സഹോദരിയുടെ മകളെയോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ്റെ മകളെയോ വിവാഹം ചെയ്യുന്ന രീതിയെയാണ് ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള വിവാഹം മഹാരാഷ്ട്രയിലെ ഗോണ്ട വിഭാഗത്തിലും ഓറോൺ ആൻഡ് കാരിയ വിഭാഗം, അത് ജാർഖണ്ഡിലെ ഓറോൺ ആൻഡ് കാരിയ വിഭാഗത്തിലുമാണ് ഇത്തരത്തിലുള്ള വിവാഹ രീതി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തിലൊക്കെ ഇത്തരത്തിലുള്ള വിവാഹ രീതിയാണ് കാണപ്പെടുന്നത്. അടുത്തതാണ് രണ്ടാമത്തെ പോയിന്റാണ് പാരലൽ കസിൻ മാരേജ്. എന്താണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാരേജ് ഓഫ് ടു ഇൻഡിവിജ്വൽ ഹു ആർ ദ ചിൽഡ്രൻ ഓഫ് സിബ്ലിങ്സ് ഓഫ് ദ സെയിം സെക്സ്. എ മാൻ മാരീസ് ഹിസ് മദർ സിസ്റ്റർ ഡോട്ടർ ഹിസ് ഫാദർ ബ്രദർ ഡോട്ടർ. ഇറ്റ് ഈസ് കാൾഡ് പാരലൽ കസിൻ മാരേജ്. സച്ച് ടൈപ്പ് ഓഫ് മാരേജ് ഈസ് സീൻ എമംഗ് മുസ്ലിം. അതായത് ഇവിടെ എങ്ങനെയാണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ ഒരേ സെക്സൽ സഹോദരങ്ങളുടെ മക്കളായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ വിവാഹം. അതായത് പുരുഷൻ തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളെയോ പിതാവിൻ്റെ സഹോദരൻ്റെ മകളെയോ വിവാഹം കഴിക്കുന്ന രീതി. അതായത് സാധാരണ ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല, മുസ്ലിം സമൂഹത്തിലാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത്തരം വിവാഹ രീതി നടക്കുന്നത് സച്ച് ടൈപ്പ് ഓഫ് മാരേജ് സീൻ എമംഗ് മുസ്ലിം സമുദായത്തിൽ സഹോദരിയുടെ, അതായത് ഏട്ടത്തിയനിയത്തിമാരുണ്ടാവുമല്ലോ, ചേച്ചി അനിയത്തി മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ സഹോദരൻ്റെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറയുക. പാരലൽ കസിൻ മാരേജിൽ സഹോദരി അതായത് മൂത്ത സഹോദരിയുടെ മകൻ ഇപ്പോൾ വല്യമ്മ ചെറിയമ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഉമ്മാൻ്റെ അനിയത്തിയുടെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെ മകനെയോ വിവാഹം കഴിക്കുക. അങ്ങനെ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത്. അത് മുസ്ലിം സമുദായത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിവാഹ രീതി കാണപ്പെടുന്നത്. പക്ഷേ അങ്ങനത്തെ വിവാഹം കഴിക്കുമ്പോൾ അത് ഒരേ ബ്ലഡ് ഗ്രൂപ്പുകളായിരിക്കും. അങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പ് ഒരേ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാകുമെന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ലെവിറേറ്റ് മാരേജ്. എന്താ ലെവിറേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ? ലെവിറേറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കസ്റ്റം ഇൻ വിച്ച് എ
വിഡോവ് മാരീസ് ഹെർ ഡിസെസ്ഡ് ഹസ്ബൻഡ് ബ്രദർ. അതായത് ലിബറേറ്റ് മാരേജ് പറഞ്ഞ ഒരു വിധവ തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ആചാര രീതിയാണിത്. ലിബറേറ്റ് മാരേജിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ലിബറേറ്റ് മാരേജ്. ലിബറേറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കസ്റ്റം ഇൻ വിച്ച് എ വിഡോവ് മാരീസ് ഹെർ ഡിസെസ്ഡ് ഹസ്ബൻഡ് ബ്രദർ. അതായത് ലിബറേറ്റ് മാരേജിൽ ഒരു വിധവ തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ആചാര രീതിയാണിത്. ഇറ്റ് ഈസ് നോൺ ആസ് നാദൽ ഓർ നാൻഡ്ര. അതായത് നാടാറിലും ഒരു വിഭാഗം കേട്ടോ. നാടാർ അഥവാ നാന്ദ്ര എന്നീ അറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളിലും അതേപോലെ തന്നെ ടോഡ, നീലഗിരി ഹിൽസ്, ടോഡ അതൊക്കെ ഗോത്ര വിഭാഗങ്ങളാണ്. നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്ന ടോഡ വിഭാഗത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള വിവാഹം കാണപ്പെടാറുള്ളത്. അപ്പോൾ ലിബറേറ്റ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് ലിബറേറ്റ് മാരേജ് എന്ന് പറയുക. അടുത്തതാണ് സൊറോറേറ്റ്. സൊറോറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊറോറേറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കസ്റ്റം ഇൻ വിച്ച് എ വിഡോവർ മാരീസ് ഈസ് ഡിസ്കസ്ഡ് വൈഫ് സിസ്റ്റർ. സൊറോറേറ്റ് വിവാഹത്തിൽ വിധവയായ ഒരാൾ മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുക. അതായത് ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ സഹോദരിയെ വിവാഹം കഴിക്കുന്ന ആളേനെയാണ് സൊറോറേറ്റ് എന്ന് പറയുക. ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ലിബറേറ്റ് രീതി. ഇത് നാടാറിൽ ഒരു ഗോത്രവിഭാഗമായിട്ടുള്ള നാടാറിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നീലഗിരി കുന്നുകളിൽ ടോഡ വിഭാഗത്തിലും ഇത് കാണപ്പെടാറുണ്ട്. സൊറോറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഭാര്യ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് സൊറോറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സൊറോറേറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കസ്റ്റം ഇൻ വിച്ച് എ വിഡോവർ മാരീസ് ഈസ് ഡിസീസ്ഡ് വൈഫ് സിസ്റ്റർ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫോംസ് ഓഫ് മാരേജ് ആണ്. എന്തൊക്കെയാണ് വിവാഹത്തിൻ്റെ രൂപങ്ങൾ? വിവാഹത്തിൻ്റെ രൂപങ്ങൾ, ഫോംസ് ഓഫ് മാരേജ്: മോണോഗമി, പോളിജനി, പോളിയാൻഡ്രി. മാരേജിൻ്റെ രൂപങ്ങൾ പ്രധാനമായും 3 എണ്ണാണുള്ളത്: മോണോഗമി, പോളിയാൻഡ്രി, പോളിജനി ആൻഡ് പോളിയാൻഡ്രി. അതിൽ മോണോഗമി ഓൾ ദ കോമൺലി ലിസ്റ്റഡ് ഫോം ഓഫ് മാരേജ്. സാധാരണയായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിവാഹ രീതികളും ഏതന്നെയാണ്? മോണോഗമിയാണ്. മോണോഗമി എന്നാൽ ഏകഭാര്യത്വം എന്ന് പറയും. സാധാരണയായി ഒരു സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുന്നതിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. മാരേജ് ഓഫ് മാൻ ടു എ വുമൺ അറ്റ് എ ടൈം. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്ന രീതിയാണ് മോണോഗമി. ഇനി പോളിഗമി: മാരേജ് ഓഫ് മാൻ ഓർ വുമൺ ടു മോർ ദാൻ വൺ സ്പോസ്. അതായത് പോളിഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭാര്യത്വം. ഒരു പുരുഷനോ സ്ത്രീയോ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോളിഗമി. അതേപോലെ തന്നെ അടുത്തതാണ് പോളിയാൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കൂ. അതായത് അതേപോലെ ദ ലേറ്റർ ദാറ്റ് ഈസ് പോളിഗമി ഹാവ് 2 ഫോംസ് നെയ്മിലി പോളിജനി. അതേപോലെ തന്നെ The later that is polygamy have 2 forms namely polygyny. പോളിഗമി തന്നെയാണ് പോളിഗനി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി പോളിയാൻഡ്രി എന്താണെന്ന് നമുക്ക് നോക്കാം. മാരേജ് ഓഫ് എ വുമൺ സെവറൽ മെൻ അറ്റ് എ ടൈം. ഒരേ സമയം ഒരു സ്ത്രീ നിരവധി പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന അവസ്ഥ. ഒരേ സമയത്ത് ഒരു സ്ത്രീ നിരവധി പുരുഷനുമായി വിവാഹം കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ആൻഷ്യന്റ് ടെക്സ്റ്റ് ഓഫ് ഹിന്ദു വിത്ത് വി ഫൈൻഡ് റെഫറൻസ് 8 ഫോംസ് ഓഫ് മാരേജ്. അതായത് ഹിന്ദുക്കളുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ 8 തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 8 തരത്തിലുള്ള വിവാഹ നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇനി മോണോഗമി, പോളിജനി, പോളിയാൻഡ്രി.
മോണോഗമി എന്നാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരാളെ മാത്രം, ഒരു ജീവിത പങ്കാളിയെ മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് മോണോഗമി എന്ന് പറയുക. പോളിജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളിഗമി തന്നെയാണ് കേട്ടോ പോളിജനിയും. പോളിജനി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നതിനെയാണ് പോളിജനി എന്ന് പറയുക. പോളിയാൻഡ്രി എന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ പുരുഷന്മാരായി വരുമ്പോഴാണ് അതിനെന്ത് പറയുക? പോളിയാൻഡ്രി എന്ന് പറയുക. ഇനി നമുക്ക് മോണോഗമിയെ കുറിച്ച് കൂടുതൽ വ്യക്തമായി നോക്കാം. മോണോഗമി. Among the Hindu, until the passing of the Hindu Marriage Act of 1955, a Hindu man was permitted to marry more than one woman at a time. Although permitted, polygyny has not been common among the Hindus. Only limited section of the population like kings, chieftain, headman of village, member of the landed aristocracy actually practiced polygyny. അവിടെ പറയാണ് ഏകഭാരത്വം, മോണോഗമി. 1955 ഹിന്ദു വിവാഹ നിയമം പാസാക്കുന്നത് വരെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഹിന്ദു പുരുഷന് ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു. അനുവദനീയമാണെങ്കിലും ബഹുഭാര്യത്വം ഹിന്ദുക്കൾക്കിടയിൽ സാധാരണമായിരുന്നില്ല. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഗ്രാമത്തലവന്മാർ, ഭൂപ്രഭുക്കന്മാരുടെ അംഗങ്ങൾ തുടങ്ങിയ ജനസംഖ്യയിലെ പരിമിതമായ വിഭാഗങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം പരിശീലിച്ചിരുന്നത്. ഇപ്പോൾ മോണോഗമി പറഞ്ഞാൽ എന്താ? ഒരു ഭാര്യ, അതിനെയാണ് മോണോഗമി അറിയുക. പക്ഷേ മോണോഗമി വരുന്നതിന് മുമ്പ് 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് മോണോഗമി നിലവിൽ വന്നത്. അതിനു മുന്നേ വരെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും അത് പുലർത്താൻ കഴിയുന്നവരായിരിക്കും ഏറ്റവും ഉന്നത തലത്തിൽപ്പെട്ട ആളുകൾ. ആരൊക്കെയാണ്? അതായത് ബഹുഭാര്യത്വം ഹിന്ദുക്കൾക്കിടയിൽ സാധാരണമായിരുന്നില്ലെങ്കിലും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഗ്രാമത്തലവന്മാരും ഭൂപ്രഭുക്കന്മാരുടെ അംഗങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. സാധാരണക്കാരനല്ല കേട്ടോ. വളരെ മികവിൽ, അതായത് വളരെ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന രീതിയിലാണ് വിവാഹ നിയമം പരിഷ്കരിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ ഇത്തരം നിയമത്തെ 1955 ഈ ഒരു നിയമം ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കുകയും അങ്ങനെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ദയാനന്ദ സരസ്വതി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ രീതി ഇല്ലാതാക്കുകയും അങ്ങനെ ഹിന്ദു വിവാഹ നിയമം പരിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദു മാരേജ് ആക്ട് രൂപീകരിക്കുന്നതിന് മുമ്പ് ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയുള്ളവർക്ക് മാത്രമാണ്? രാജാക്കന്മാർക്കും അതേപോലെ തന്നെ പിന്നെ രാജാക്കന്മാരെ, ഭൂപ്രഭുക്കന്മാരെ, ഗ്രാമത്തലവന്മാരെ, അതേപോലെ തന്നെ പ്രഭുക്കന്മാരുടെ അംഗങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ചില സാമൂഹ്യ പരിഷ്കർത്താക്കൾ concentrated effort to remove the practice were made in 19th century and 20th century. 19-20 നൂറ്റാണ്ടുകളിൽ രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ദയാനന്ദ സരസ്വതി തുടങ്ങിയ ആളുകളുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 1955 ഹിന്ദു മാരേജ് ആക്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഹിന്ദു മാരേജ് ആക്ട് 1955 എസ്റ്റാബ്ലിഷ്ഡ് മോണോഗമി ഓർ ഓൾ ഹിന്ദുസ് ആൻഡ് അതേഴ്സ് ഹു കം ടു ഗവേൺഡ് ബൈ ദിസ് ആക്ട്. സം ഓഫ് ദ അതർ കമ്മ്യൂണിറ്റി കവേർഡ് ബൈ ദിസ് ആക്ട് സിഖ്, ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ്.
അപ്പോൾ 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം ഏകഭാരത്വം, ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന നിയമം സ്ഥാപിക്കപ്പെടുകയും ഈ നിയമത്തിൽ വരുന്ന മറ്റു സമുദായങ്ങളാണ് സിഖുകാര്, ജൈനര്, ബുദ്ധമതക്കാർ, ക്രിസ്ത്യൻ, പാഴ്സി തുടങ്ങിയവരൊക്കെ ഈ ഏകഭാരത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ഈ ഒരു നിയമം പിന്നീട് ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല സിഖിലും ജൈനിലും ബുദ്ധിസ്റ്റുകളും ക്രിസ്ത്യൻസും പാഴ്സികളൊക്കെ ഈ ഒരു നിയമം ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ പോളിജനി എന്ന് പറയുമ്പോൾ പോളിജനി ഇസ്ലാം ഓൺ ഓഫ് ദ അതർ ഹാൻഡ് അലൗഡ് പോളിജനി, അതായത് എങ്കിലും ബഹുഭാര്യത്വം മറുവശത്ത് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുണ്ട്. എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം പുരുഷന് ഒരേ സമയം 4 ഭാര്യമാർ വരെ ആകാം എന്നാണ് ഈ ഒരു ഇസ്ലാം മാരേജ് ആക്റ്റിൽ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഏതാണ് നിലനിൽക്കുന്നത്? മോണോഗമിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് കേസ് എടുക്കാനുള്ള അധികാരം നിയമത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന നിയമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിലായാലും മറ്റു സമുദായത്തിലായാലും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആ നിയമം മാറ്റപ്പെടുകയും ഈ പുതിയ നിയമം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി പോളിയാൻഡ്രി പറഞ്ഞാൽ ബഹുഭാര്യത്വം. പോളിയാൻഡ്രി ഈസ് even less common than polygyny. ബഹുഭാര്യത്വത്തേക്കാൾ വളരെ കുറവാണ് ബഹുഭർത്തൃത്വം. പോളിജനി എന്ന് പറഞ്ഞാൽ എന്താ? ബഹുഭർത്തൃത്വം. പോളിയാൻഡ്രി പറഞ്ഞാൽ ബഹുഭാര്യത്വം. പൊതുവെ ബഹുഭാര്യത്വത്തേക്കാൾ വളരെ കുറവാണ് ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഭർത്താക്കന്മാർ. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാര്യമാർ. പൊതുവെ ഈ ബഹുഭർത്തൃത്വം ഏതിനേക്കാൾ കുറവാണ്? ബഹുഭാര്യത്വത്തേക്കാൾ കുറവാണ്. പോളിയാൻഡ്രി ഈസ് ഈവൻ ലെസ് കോമൺ പോളിജനി. A few Kerala caste practiced polyandry until recently. The Toda of Nilagiri in Tamil Nadu, Kasha of Janspur Babar in Darun district, Uttarachal, and some North Indian caste practiced polyandry. അതായത് അപ്പം ഞാൻ പറഞ്ഞു ബഹുഭാര്യത്വത്തേക്കാൾ ഇന്ന് പോളിയാൻഡ്രിയേക്കാൾ പോളിജനി ഇന്ന് കുറവാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല കേരളത്തിൽ ചില ജാതിക്കാർ മാത്രമാണ് ബഹുഭർത്തൃത്വം ഫോളോ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നീലഗിരിയിൽ തോട, ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ ജില്ലയിൽ ജൗഫൻ ബവാറിൽ ഗാഫ തുടങ്ങിയ ചില ആളുകൾ മാത്രമാണ് ബഹുഭർത്തൃത്വം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതേപോലെ 1958 CM എബ്രഹാം ഹാഫ് റിപ്പോർട്ടഡ് ദ സെൻട്രൽ ട്രാവൻകൂർ fraternal polyandry was practiced a large number of group like ഇറവ, കണിയാൻ, വെള്ളാൻ, ആസാരി തുടങ്ങിയ എക്സെട്ര. അതായത് 1958 CM എബ്രഹാം തിരുവിതാംകൂറിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ആരൊക്കെയാണ് ഈ ഒരു പോളിയാൻഡ്രി ഫോളോ ചെയ്യുന്നത്? ഇറവ, കണിയാൻ, വെള്ളൽ, ആസാരി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഫോളോ ചെയ്തിരുന്നു. അതായത് പോളിയാൻഡ്രി ഫോളോ ചെയ്തിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു പ്രിവലൻസ് ഓഫ് പോളിയാൻഡ്രി ആർ. പോളിയാൻഡ്രിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. എന്താണ് പോളിയാൻഡ്രി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പോളിയാൻഡ്രി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുന്നതിനെയാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത് കേട്ടോ. അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ബഹുഭാര്യത്വം കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നാണ് പറയുന്നത്. ഡിസയർ ടു പ്രിവെന്റ് ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടി വിത്തിൻ എ ഫാമിലി, എക്സ്പെഷ്യലി ഇൻ ഫെറ്റേർണൽ പോളിയാൻഡ്രി. അതായത് കുടുംബത്തിൽ നിന്നും സ്വത്ത് വിഭജനം തടയാനുള്ള ആഗ്രഹം. ചില അച്ഛനമ്മമാർക്ക് 3 ആമക്കളാണ് കരുതുക. അപ്പോൾ 3 ആമക്കളാവുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അവരുടെ
സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അവരെന്ത് ചെയ്യുക, സോറി 3 മക്കളിൽ ഒരു മകനാണെങ്കിൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവരിക. അപ്പം അത്തരത്തിലുള്ള രീതിയെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു രീതിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിസൈർ ടു പ്രിവെൻറ്റ് ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടി വിത്തിൻ ഫാമിലി. അതായത് പോളിയാൻഡ്രി ഫോളോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കുടുംബത്തിനുള്ളിൽ സ്വത്ത് വിഭജനം തടയാനുള്ള ആഗ്രഹം. പിന്നെ ഡിസൈർ ടു പ്രിസർവ് ദ യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി ഓഫ് ദ സിബ്ലിംഗ് ഗ്രൂപ്പ്. അതേപോലെ സഹോദര ബഹുഭർത്തൃത്വത്തിൽ സഹോദരൻ്റെ ഗ്രൂപ്പിൽ ഐക്യവും ഐക്യദാർഢ്യവും സംരക്ഷിക്കാനുള്ള ആഗ്രഹം. The need for more than one husband in a society where men are away on a commercial or military journey. അതേപോലെ തന്നെ ഇങ്ങനെ ഒന്നിലധികം വിവാഹം, സ്ത്രീകൾ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പുരുഷന്മാർ വാണിജ്യപരമോ സൈനികപരമായ കാര്യങ്ങൾക്ക് യാത്രയ്ക്കായി ദൂരെ പോകുന്നത് കൊണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, a difficult economy, especially unfertile soil which does not favor division of land and belonging. അതേപോലെ തന്നെ ഭൂമിയുടെയും വസ്തുക്കളുടെയും വിഭജനത്തെ അനുകൂലിക്കാത്ത, പ്രത്യേകിച്ച് ഫലഭൂമിയിഷ്ടമല്ലാത്ത മണ്ണ്, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കാം, ഈ ഒരു പോളിയാൻഡ്രി ഫോളോ ചെയ്യാം. എ ഡിഫിക്കൽട്ട് എക്കോണമി എക്സ്പെഷ്യലി ആൻ അൺഫെർട്ടൈൽ സോയിൽ വിച്ച് ഡസ് നോട്ട് ഫേവർ ഡിവിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിലോങ്ങിങ്. ഭൂമിയുടെയും വസ്തുക്കളുടെയും വിഭജനത്തെ അനുകൂലിക്കാത്ത, പ്രത്യേകിച്ചിട്ട് ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണ്, ഇത്തരം അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യും, ഒന്നിലധികം വിവാഹം ചെയ്യാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പോളിയാൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബഹുഭാര്യാത്വം അഥവാ ബഹുഭർത്തൃത്വത്തെയാണ്. പോളിയാൻഡ്രി പറഞ്ഞാൽ ബഹുഭർത്തൃത്വം, പോളിജനി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം. ഇതാണ് പോളിയാൻഡ്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇതും വിവാഹത്തിൻ്റെ രൂപങ്ങൾ തന്നെയാണ് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ലൈവ് ക്ലാസ് വെക്കുമ്പോൾ അതിലായി കയറുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് കിൻഷിപ്പിനെ കുറിച്ചാണ്. എന്താണ് കിൻഷിപ്പ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിൻഷിപ്പാണ് നമുക്കിനി നോക്കാനുള്ളത്. എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ.